ബഹുമാനപ്പെട്ട പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ ജവാബ്ദാരുടെ വിഷയത്തിൽ വിശദീകരിച്ചിട്ട് ചെല്ലട് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അർ റഇയതി. ഓരോരുത്തർക്ക് ജവാബ്ദാരിയുണ്ട്, ഓരോരുത്തർക്ക് റോളുണ്ട്. ആ ജവാബ്ദാരുടെ വിഷയത്തിൽ നാളെ ചോദ്യം ഉണ്ട്. ഒരു മങ്ങിലായ മാപ്പിളയൊക്കെ പെഞ്ഞയിടലും പെഞ്ഞയ്ക്ക് മാപ്പിളിടലും ഇങ്ങനെയുള്ള കുറേ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലട് എല്ലാവർക്കും ഒരു റോളുണ്ട്. ഒട്ടാരെ അങ്ങനെ ജീവനം നടത്തുന്നതല്ല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലട് ഫൽ അമീറുൽ ലദി അലന്നാസി റാഇൻ അലൈഹിം. ഒരു റായത്തെ ലീഡർ, അത് പ്രസിഡന്റ് ആയിട്ടിക്കോ സെക്രട്ടറി ആയിട്ടിക്കോ പഞ്ചായത്ത് മെമ്പർ ആയിട്ടിക്കോ അല്ലെങ്കിൽ MLA ആയിട്ടിക്കോ MP ആയിട്ടിക്കോ ആറും ആവട്ടെ, റായത്തെ ആൾമാരെ സെലക്ട് ആക്കിയ ഒരു ലീഡർ. അയാൾക്കും കുറെ ജവാബ്ദാരിയുണ്ട്. ആ ജവാബ്ദാരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തര ചൊല്ലണായിട്ട് ചെറിയ വിഷയമല്ല ഈ ജവാബ്ദാരി വഹിച്ചിട്ട് ചെല്ലണം. ആ ഒരു ജവാബ്ദാരി വഹിച്ച പ്രസിഡന്റിക്ക് വേറെ ഒരു ജവാബ്ദാരി. ഉദാഹരണത്തിന് ആ പ്രസിഡന്റ് അല്ലെങ്കിൽ ആ സെക്രട്ടറി അല്ലെങ്കിൽ ആ ഖതീബ് അല്ലെങ്കിൽ ആ ഖാലി അല്ലെങ്കിൽ ആ മുദരിസ് ആറും ആയിട്ട് ലീഡർ, അയാൾ ലീഡർ ചില വിഷയത്തിൽ അയാൾക്ക് ചോദ്യമുണ്ട്. അയാൾ ഒരു പെണ്ണുങ്ങളെ മാപ്പിളായിട്ടിക്കോ ആ വിഷയത്തിലും ചോദ്യമുണ്ട്. അയാൾ ഒരു മക്കളെ ബാപ്പായിട്ടിക്കോ അപ്പോഴും അയാൾ ആ വിഷയത്തിലും ചോദ്യമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും വേറെ വേറെ ടൈപ്പിൽ നിന്ന് ജവാബ്ദാരി ഓരോരുത്തർക്കും മിക്കടുക്കും. അതേപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലരുടെ വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി വഹുവ മസ്ഊലുൻ അലൈഹി. ഒരാണുക്ക് അവന്റെ പെഞ്ഞൈ മക്കളെ വിഷയത്തിൽ അവന്റെ ഉമ്മ ബാപ്പയുടെ വിഷയത്തിൽ അവനക്ക് ജവാബ്ദാരി ഉണ്ട്. ആ വിഷയത്തിലും അവന്റെ മുട്ട ചോദ്യമുണ്ട്. വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ ഒരു പെണ്ണക്ക് അവളെ മാപ്പിളുടെ ഔത്തുള്ളൂ, അവൾക്ക് കുറെ ജവാബ്ദാരി ഉണ്ട്. ആ മാപ്പിളുടെ മക്കളെ വിഷയത്തിലും കുറെ ജവാബ്ദാരി ഉണ്ട് അവൾക്ക്. ആ വിഷയത്തിൽ അവൾക്ക് ചോദ്യമുണ്ട്. അതേപോലെ ഒരു ദാസ് അഥവാ സ്വർത്തവണുകു, അത് കൂലി സ്വർത്തവണായിട്ടേക്കു, സമ്പളത്തേക്ക് നയിക്കടവണായിട്ടേക്കോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നയിക്കടവണ്ട ആറായിട്ടേക്കും അവന്റെ യജമാനന്റെ ഒട്ടി വിഷയത്തിൽ അവന്റെ നയിപ്പുടെ വിഷയത്തിലും അല്ലാഹുടെ മുട്ടത്തുനാൾ ഉത്തര ചൊല്ലണാവും. നയിച്ചതുക്ക് തക്കത്ത സമ്പളം എടുക്കടമ, അതല്ല നയിപ്പുടെ ഡൊങ്കിയാക്കിരണ. ധനി ഇല്ലാത്ത സന്ദർഭത്തിൽ മോനെ റെസ്റ്റ് എടുത്തിട്ട് മുണ്ടാണ്ട് തെച്ചിട്ട് മോന്തി അമ്മത്തേക്ക് കണക്കട പൈസ എടുത്തും പോയിടണ. ഇങ്ങനത്തെല്ലാം കുറെ വിഷയം അവന്റെ ഒട്ടിക്ക് ചോദ്യമുണ്ട്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത് അലാ ഫകുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അർ റഇയതി. ഓ മനുഷ്യരെ, ഓരോരുത്തർക്കും ഓരോരോ ജവാബ്ദാരുണ്ട്. ജവാബ്ദാരുടെ വിഷയത്തിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുട്ട ഉത്തര ചെന്നിട്ടേ തീരൂ. നിങ്ങൾ നോക്കിയുള്ളൂ മനസ്സിന്നല്ല ഫസ്റ്റ് ഓരോരുത്ത ലീഡർഷിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് ലീഡർ ചിലടത് അത് റായത്ത പള്ളിയുടെ ഖതീബായിട്ടിക്കോ ഇമാമായിട്ടിക്കോ മുഅദ്ദിനായിട്ടിക്കോ മുദരിസായിട്ടിക്കോ ഖാളിയായിട്ടിക്കോ പള്ളിയുടെ ഗവർണർ ആയിട്ടിക്കോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടിക്കോ സെക്രട്ടറി ആയിട്ടിക്കോ കോശാധികാരി ആയിട്ടിക്കോ വൈസായിട്ടിക്കോ ജോയിന്റ് ആയിട്ടിക്കോ എല്ലാം റായത്തെ ആളുമാർ സെലക്ട് ആക്കിയിട്ട് ഈ മനുഷ്യ നമ്പിക്കസ്ഥായി മനുഷ്യ പള്ളിക്ക് അർഹത ഇന്ന ആള് ഖതീബാവുകും പ്രസിഡന്റ് ആവുകും സെക്രട്ടറി ആവുകും അർഹത ഇന്ന ആള് ചെന്നിട്ട് നമ്പിട്ടായിട്ടിക്കട ആ ജവാബ്ദാരി തണ്ടത്. ആ തന്ന ജവാബ്ദാരുടെ പൂർത്തിയാക്കിരണ ഇല്ലേ ചെന്ന് അല്ലാഹുടെ മുട്ട ഉത്തര ചെല്ലണാവുടു. അതേപോലെ പിറുസത്തെ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത് ഓരോരോ ആണുകും അവന്റെ പെഞ്ഞൈ മക്കളെ വിഷയത്തിലെ ജവാബ്ദാരിയുണ്ട്. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുട്ട അതുക്കും ഉത്തര ചെല്ലണായിട്ട് വരൂ. ഈ സദസ്സിൽ ചെമ്മ പെണ്ണുങ്ങളെ ഇന്ന കാരണത്തിൽ ഒന്ന് രണ്ട് ബിസിയെന്നാ നിങ്ങളുടെ സൂചന തരട്ടാ. എത്ര ഗಂಟೆಗೆ തുടങ്ങിയ കാര്യക്രമ? സുബൈൽ പിന്നല്ല ഓടി സുസ്തായിട്ടേക്ക് വരും. അതുകൊണ്ട് ചെമ്മ ലോങ് ആക്കുറൂ ഇല്ല.
അല്ലേ? ഇൻഷാല്ല ഇന്നൊന്ന് ഔത്തുകെത്തുക വേണ്ട കാക്കട സീരണി കൊടുത്തറ കൊടുക്കണത്തില് കുറേ ആൾമാർ സീരണിಗೆ ಕಾತೊಂಡಿಗೆ ಕಡಂಗ ಈ ಒಂದು ಮುಸೀಬತ್ ನಿಂಡ್ರೆಂಗ ವಯ್ಯ ಅಂತ ಒಂದು ವೈರ ಅಂತ ಕೆಟ್ಟೆടുത്തുണ്ട് അങ്ങനത്തെ ലെക്കിട കൊണ്ടുണ്ടതല്ല. നിങ്ങളെല്ലാം എൻ്റെ വാളികയൊക്കെ വന്നിട്ടുണ്ടെന്നാണെന്ന് നമ്പറുമില്ല. അപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചലട ഓരോരു മനുഷ്യക്കും അവന്റെ പെഞ്ഞൈ മക്കളെ വിഷയത്തിലുള്ള ജവാബ്ദാരിയുണ്ട്. ഒട്ടാരെ ഒരു മങ്ങിലാവിടത്, അങ്ങനെ മങ്ങിലായിട്ട് ആകസ്മികമായിട്ട് മക്കളുണ്ടാവിടത്. മക്കായിൽ പിന്നെ അതിരെ തെരുളിങ്ങനെ പോയോണ്ടിക്കിടത്. അവന് ഒരു ജവാബ്ദാരി ഇല്ലാത്ത രൂപത്തിൽ അവന്റെ മക്ക മാചെന്ന് അവനിക്ക് കുന്തില്ലാത്ത രൂപത്തിൽ ചെമ്മ മക്കളെ ബിസി അങ്ങനെ ആയിട്ടിക്കിടുണ്ട്. അല്ലേ? ഞങ്ങൾ കണ്ടോണ്ടുള്ള ബീതി സൈഡിൽ കാണ്ട മക്കളെല്ലാം അവസ്ഥ നോക്കിയുള്ളൂ. മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും കാണ്ട മക്കളെല്ലാം അവസ്ഥ നോക്കിയുള്ളൂ. റജന്റെ ടൈമുള്ള ആ ഭാഗത്തും ഈ ഭാഗത്തും ഇന്നോടുള്ള ചുറ്റി നടക്കുന്ന മക്കളെല്ലാം അവസ്ഥ നോക്കിയുള്ളൂ. അതൊക്കെ ജന്മ കൊടുത്ത ഉമ്മയില്ല ബാപ്പയില്ലാത്ത രൂപത്തിലായിട്ട് കിടന്ന സ്വഭാവ ശൈലി, ഒരു കേക്കുക ആളില്ലാത്ത രൂപത്തിലായിട്ട് കിടങ്ങളെ ബുദ്ധിയെല്ലവും ചെറിയ ചെറിയ വയസ്സിൽ സിഗരറ്റ് വലിക്കിടത്, അതേപോലെ ബീഡി വലിക്കിടത്, അതേപോലെ ഗുട്ടുക്കവും ഗാഞ്ചവും അതേപോലെ കള്ളുകുടിയും വേണ്ടാത്ത ഹറാമ്യത്തെല്ലാക്കിക്കൊണ്ടുള്ള ചെറിയ ചെറിയ ബാലക്കാർ. അത് മാത്രല്ല അതിനെ കാണുമ്പോൾ 10, 12, 13 വർഷത്തെ ചെറിയ ചെറിയ മക്കളെല്ലാം കുറെ അവസ്ഥയെല്ലാം കാണുറു. നിങ്ങൾ അസറുടെ ടൈമുള്ള എവിടെയുള്ള ഏതെല്ലാം രൂപത്തില് കൊറിയ മക്കളെ തലയുടെ മുടിയാവട്ടും അങ്ങളെ വേഷവിധാനാവട്ടും അങ്ങളെ സംസ്കൃതിയാവട്ടും ഇതെല്ലാം നോക്കുന്ന സന്ദർഭത്തിൽ ജന്മ കൊടുത്ത ബാപ്പയും മതിക്കില്ല, ജന്മ കൊടുത്ത ഉമ്മവും മതിക്കില്ല. ചില രൂപത്തിലായിട്ട് കിടങ്ങളെ കണ്ടത് കേക്കുക ഗതിയില്ലാത്ത രൂപത്തില് അങ്ങനത്തെ ടൈപ്പിടെ കുറെ ആളുമാരെല്ലാം ഉള്ളത്. ചെന്നല്ല ബാപ്പ ചെല്ലമുണ്ട് റോൾ എന്തിരെ ചെന്നവണ് കുന്തില്ല. ഒരു ഡ്രൈവർ നിങ്ങൾ നോക്കിയുള്ളവരുള്ള ഒരു ബസ്സൊക്കെ പത്തിയൽ പിന്നെ അല്ലെങ്കിൽ ഒരു കാറുക അല്ലെങ്കിൽ വാഹനത്തുക്ക് ഒരു ഡ്രൈവർ പത്തിയൽ പിന്നെ അവന്റെ റോൾ എന്തിരിച്ചെന്ന സമ്പൂർണ്ണമായിട്ടുള്ള പ്രജ്ഞ ഉണകിക്കിട്. ഈ രൂപത്തിൽ അതിരാറു ആ ബസ്സിനെയും അതേപോലെ അതിര വാഹനത്തെ ഏത് രൂപത്തിൽ കൺട്രോൾ ആക്കണോ, എങ്ങനെ ആയിട്ട് നിപ്പാട്ടത്, എങ്ങനെല്ലാം ആയിട്ട് ഡ്രൈവിംഗ് ആക്കണത് എല്ലാം ഉണകുന്തിക്കറ്. ഒരു തെല്ല അറക്കുറടി ആയി പോയിട്ട് കണ്ടെങ്കിൽ അവന്റെയും അവൻ്റെ ഒട്ടിക്ക് എന്ന അല്ല എല്ലാ ആളുമാറ ജീവ അപായത്തില് നിങ്ങൾ നോക്കിയുള്ളൂ. വെള്ളമഞ്ച ചെല്ലറ ആയത്തിലുണ്ട് ഉപ്പിനം കടിക അല്ലെങ്കിൽ മുടൻ തീയാറുക അല്ലെങ്കിൽ മൈക്കാൽതുക പോണ്ട ബസ്സുക്ക് പത്തററ്. ബസ്സിന്റെ ഡ്രൈവറുടെ പരിചയം നിങ്ങൾക്കില്ല. അവൻ 6 ഗಂಟೆ നിങ്ങൾ ഒന്നില്ല. അവന്റെ മുഖസമേത നിങ്ങൾ നോക്കറ ക്രമവുമില്ല. ഒട്ടാറ് ബാക്ക് സൈഡ് ബാക്ക് ഡോറിൽ പത്രാറ് ബസ്സിലങ്ങനെ ദയിക്കിടാറ്. നിങ്ങളുടെ ജാഗ്യാവുമ്പോ ഈലിടറ്. ഒന്ന് മാത്രം നിങ്ങളെ കൽബുടെ ഉൽഗത്തിൽ അവന് 6 ഗಂಟೆ പരിചയം ഇല്ലെങ്കിലും ഏത് ജാതി ധർമ്മ എങ്ങത്തവണ് ഏതുണ്ട് ഗുന്തില്ലെങ്കിലും സമേത നിങ്ങൾക്കൊരു ധൈര്യം ഉള്ളത്. അവനക്ക് ഡ്രൈവിംഗ് തെരവണായിട്ട് കിടച്ചവന്റെ മേലിൽ നമ്പിക്ക ബീച്ചിലുണ്ട് മേലിൽ ബർബസ ബീച്ചിട്ടല്ലേ ആ ബസ്സൊക്കെ നിങ്ങൾ പത്തറത്, ആ വാഹനത്തേക്ക് നിങ്ങൾ പത്തറത്. ഡ്രൈവറുടെ മേലിൽ നമ്പിക്കയില്ലെങ്കിൽ ബസ്സൊക്കെ പത്തും പോലെ. അതേപോലെ ഡ്രൈവർക്ക് സമ്പൂർണ്ണമായിട്ടും പ്രജ്ഞ ഉണ്ടോ ഈ നാണ് ഡ്രൈവിംഗ് ആക്കിടവണോ. തില്ലി അറക്കുറുടെ ആയിട്ടുണ്ട് കണ്ടെങ്കിൽ നിന്റെ ജീവവും അപായത്തിൽ. നിന്റെ നമ്പിട്ട് നിന്റെ ബസ്സൊക്കെ പത്തിയ ആളുമാറ ജീവവും അപായത്തിൽ. അതുകൊണ്ട് പ്രജ്ഞാപൂർവക ഉണ്ട നമ്പിക്ക ബീച്ചിലുണ്ട് പിറകിൽ ആളുമാറ എത്തുപാട്ടനായ ജാഗക നല്ല രൂപത്തിൽ ഒരു അപായ ബറാണ്ട് സേഫായിട്ട് എത്തുപാട്ടറാ. അതായിട്ട് ഓരോരുത്തർക്ക് ഓരോരോ ജവാബ്ദാരി ചെന്ന് അത് മനുഷ്യരെ സമ്പൂർണമായിട്ടും ജവാബ്ദാരി വഹിച്ചിട്ടല്ലേ ഡ്രൈവിംഗ് ആക്കണത്. അവന്റെ പിറകിൽ ആളുമാർ അവന്റെ നമ്പിട്ട് പണ്ടത്. ഇന്ന് കേക്കട്ടെ നിന്റെ പിരിസത്തെ മോനെ, മങ്ങിലച്ചളുടെ സുന്ദരമായ ഒരു കെട്ടുപാടിൽ ഒരു മനുഷ്യ ഒരു പരിചയമില്ലാത്ത ഒരാളും ഒരു സംബന്ധമില്ലാത്ത ഏതോ ആയത്തിൽ ഇപ്പുറത്തേക്ക് പരിചയാളായ ആള്. ആ മനുഷ്യതാ നിന്റെ നമ്പിക്ക ബീച്ചിട്ട് അവൾ ആ മനുഷ്യ 18, 10, 20, 25, 24 വർഷം വയസ്സായിട്ട് വയസ്സിൽ ബൽത്തിയ പെണ്ണിട് നിന്റെ മേളിൽ ബറവസ ബീച്ചിൽ നിൽക്കുന്നുണ്ട്. തെല്ല് പ്രാഥമികമായിട്ട് നീ 6 ഗಂಟೆ തെരിയുടെ അല്ലാണ്ട് നിന്റെ ഉൾഗത്ത് ഇളിഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാക്കുകാവില്ല. നിന്റെ പിറകിൽ ഹറാമ്യത്തുണ്ടാ, നീ വഞ്ചകമാ, നീ അതേപോലെ ജവാബ്ദാരി ഇല്ലാത്തവണാ ചെന്നയാൾ ഗുന്തിക്കില്ല.
നീ സമ്പൂർണ്ണമായിട്ടും ഒരു ആണായിട്ടുള്ളവണോ നിന്റെ മോൾക്ക് സമ്പൂർണ്ണമായിട്ടും ലൈഫ് കൊടുക്കുക നിനക്ക് അർഹത കൊണ്ട് ചെന്നിട്ടായിട്ട് കിട നിന്റെ പിറകൾ നിന്റെ പിറകൾ ഒരു പെണ്ണിടാ മനുഷ്യ കടത്തരുത് ഒരു പെണ്ണുക മങ്ങിലാവിടെ സന്ദർഭത്തിൽ എത്ര കഷ്ടമുണ്ട് ചെന്നൊരു എല്ലാവർക്കും കുന്തുള്ളരെ വരദക്ഷിണ വിസ എന്താ ഇപ്പൊന്നും ചൊല്ല പോണ്ടില്ല എല്ലാവർക്കും കുന്തുള്ള വിസയ ഇട വരദക്ഷിണക്ക് മണ്ണിട്ട് മുച്ചട്ട് അത്രക്കാണ് അപ്പുറത്തിൽ ഒരു മങ്ങില ചൊല്ലുമ്പോ ലക്ഷക്കട്ടിലെ ചെലവ് എന്തും മിക്കറ് വെറുതെയും ചെലവാക്കാണ്ട് വേറെ തെറിവില്ലാത്ത പരിസ്ഥിതിയുണ്ട് ആ ചെലവിടെ കാണ അപ്പുറത്തേക്ക് ഒരു പെണ്ണിടെ ഒരു ബാപ്പ ആയോണോ നിന്റെ കയ്യിലെ ജവാബ്ദാരിൽ തന്നു വിട്ടെങ്ക അത് നാളത്തോളം നോക്കൂള അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം നോക്കിയിട്ട് പിന്നെ വിട്ടു ചൂട് ചെന്നിട്ടു അല്ലെങ്കിൽ ഒരു 2 തിങ്കൾ നിന്റെ മുട്ടയിക്കട്ട് അല്ലെങ്കിൽ നിന്റെ അകത്തി തിന്നൽ പിന്നെ കടത്തി വിടു ചെന്നിട്ടല്ല നിന്റെ മുട്ടത്തേക്ക് തണ്ടത് ആ ഒരു മനുഷ്യ ബദൽക്ക് മരിക്കടോടത്തോളം ചന്തത്തിൽ നോക്കണുള്ള മോണ് أزوجك على ما أمر الله تعالى به من إمساك بمعروف أو تسريح بإحسان അത് വലിയൊരു പളക്ക സവ്വജതുക വഅൻകഹതുക നിന്റെ മോളെ നാനിക്ക് നിക്കാഹാക്കി തന്നെ ചെല്ലട കാണാൻ മുന്നുള്ളൊരു പളക്കം ഉണ്ട് ആ മനുഷ്യർക്ക് നീ അറുത്താക്കിയിട്ടില്ല ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല നിന്റെ മോളെ നാനിക്ക് മങ്ങിലാക്കി തന്റെ എങ്ങനെയുണ്ട് തിരിയണ മങ്ങിലാക്കി തന്നേണ്ട ചെല്ലതിരെ കാണാൻ മുന്നുള്ള മനുഷ്യ ചെല്ലത് ഊസവ്വിജുക്കനാണ് തന്റെ എന്ത് കീണ്ട് തിരിയണ ബിഹിമിൻ ഇംസാകിൻ ബിമഅറൂഫിൻ അവളൊട്ടിക്ക് നീ നല്ല രൂപത്തിൽ നീ പെരുമാറുവേ ചെന്നിട്ട് അവളെ പൈക്കുക നീ ബുടല അവളെ മനസ്സിക്ക് നമ്പലാവുക നീ ബുടക്ക് സാധ്യതയില്ല നിനക്ക് അവൾക്ക് വേണായി ഡ്രസ്സ് നീ കൊടുക്കുക വേണായ ബംഗാറും നീ കൊടുക്കുക ഉറങ്ങടയും തീക്കട പോലത്തെ എല്ലാ വ്യവസ്ഥ നീ ആക്കി കൊടുക്കുക എല്ലാ നല്ല തനവും നീ അവളൊട്ടിക്ക് കാട്ടുക ചെന്നിട്ട് ഒരു ബെടക്കത്തനവും നീ അവളൊട്ടിക്ക് കാട്ടല ചെന്നിട്ട് നിന്റെ മോൾക്ക് നീ അടിക്കല നിന്റെ മോളെ പട്ടിണി നീ പാട്ടല നിന്റെ മോൾക്ക് ഹറാമ്യത്ത് നീ തിണ്ണുപാട്ടല നിന്റെ മോളെ നീ വഞ്ചനാക്കല നിന്റെ മോളെ കന്നഡ തന്നിൽ പാട്ടല ചിലടെ ആ വിശ്വാസത്തിലായിട്ട് കിടന്നാ നിക്ക് നിന്റെ മോളെ തണ്ടത് ഔ തസ്രീഹിം ബിഇഹ്സാൻ ചിലപ്പോ നിന്റെ മനസ്സിക്ക് തൃപ്തിയില്ലാത്ത രൂപത്തിലായിട്ട് നിന്റെ മോളെ പെരുമാറ്റ നിന്റെ മോള് നിന്റെ ഔത്തിൽ ഇന്നതുപോലെ ആയിട്ടിക്കല നിന്റെ ഔത്തുക വന്നപ്പോ അവളെ ബാപ്പട വെട്ടിക്ക് ഇന്നതുപോലെ ആയിട്ടിക്കല ചിലപ്പോ നിന്റെ ഔത്തുക വന്നപ്പോ നിന്റെ ബാപ്പടയും നിന്റെ ഉമ്മടെ വെട്ടിക്ക് കിടത് നിന്റെ ഔത്തുലി ഇളങ്ങ മൂത്തങ്ങളിലെ ഒട്ടിക്ക് ഇന്നതുപോലെ ആയിട്ടിക്കല നിന്റെ ഔത്തുക വന്നപ്പോ വ്യത്യാസ സ്വഭാവിക്കുമ്മയി എന്തുകൊണ്ട് ചെന്ന് പുതിയ പരിചയം പുതിയ സംബന്ധ പുതിയ നിരക്കര എല്ലാം പുതിയതവളുകു പെണ്ണായവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഏക തടിയായിട്ട് നിന്റെ ഔത്തുക വേണ്ടത് മങ്ങിലാവിടെ സന്ദർഭത്തിൽ ആണെങ്കിലും നഷ്ടപ്പെടുകില്ല ബദൽക്ക് ഒരാൾ എത്ര സീരിത്തിണ്ടല്ലാണ്ട് സുഖത്തുക്കും സന്തോളത്തുക്കും കൊസിക്കും റാഹത്തുക്കും കഷ്ടസുഖത്തെ ഷെയറാക്കുക വേണായിട്ട് എക്സ്ട്രാ ഒരാൾ സീരിത്ത് അല്ലാണ്ട് നഷ്ടപ്പെടുകയില്ല നിന്റെ പെഞ്ഞൈക അവളെ മങ്ങിലാവിടെ സന്ദർഭത്തിൽ അവൾക്ക് ഒരാൾ കിട്ടുമ്പോ മാപ്പിളയായിട്ട് ഒരാൾ കിട്ടുന്ന സന്ദർഭത്തിൽ ആയിരക്കണക്കിൽ ആളുമാളവർക്ക് നഷ്ടപ്പെട്ടു കൊണ്ടു അവളെ ബാപ്പ അവൾക്ക് ഇല്ലാണ്ട് അവിടു ഉമ്മ ഇല്ലാണ്ട് അവിടു ഇളങ്ങമൂത്തങ്ങ ഇല്ലാണ്ട് അവിടു നിരക്കരടങ്ങ ഇല്ലാണ്ട് അവിടു കൂട്ടുകുടുംബത്തങ്ങ ഇല്ലാണ്ട് അവിടു ചങ്ങായിമാറില്ലാണ്ട് അവിടു ചെന്നല്ല ജന്മ തന്നെ ഉമ്മ ബാപ്പ സമയത്ത് അവൾക്ക് നഷ്ടപ്പെട്ടു പോയതുപോലെ എന്തുകൊണ്ടിട്ട് എന്നെങ്കിൽ കഷ്ടമാ സുഖമാ ഇന്നെങ്കിൽ ഒന്ന് ഉമ്മടയും ബാപ്പടയും നോക്കി പറവൾ ഒരു സിയാറത്തുക്ക് പോയതുപോലെ ഒരു വിസിറ്റുക്ക് പോയതുപോലെ ഉമ്മടയും ബാപ്പടയും എപ്പോഴെങ്കിലും കഷ്ടമാ സുഖമാ ഇന്നെങ്കിൽ നോക്കി പറവളല്ലാണ്ട് ഉമ്മടെ ഹിദുമത്തെടുക്കട അവകാശ സമയത്ത് അവളില്ല ഉമ്മ മരണവേദന അനുഭവിക്കട സന്ദർഭത്തിലെ സഖറാത്തിലിക്കട സന്ദർഭത്തിലും സമയത്ത് മോളായവൾക്ക് ഒരു ഗ്ലാസ് തണ്ണി പോവുക ഒരു ഗ്ലാസ് തണ്ണി ഒരു ചമച്ച തണ്ണി സമയത്ത് അവൾ ഉമ്മടെ ബായിക്ക് വീത്തുക അവകാശം അവൾക്കില്ല അവള് മാപ്പിളയുടെ ഔത്തിലായിട്ട് കിടും മരിച്ച് തീച്ചെന്നിട്ട് ബിസൈ കിട്ടിയപ്പോ ആയിട്ട് കിടും മയ്യത്ത് നോക്കുക ഓടിയും പണ്ടത് ബാപ്പ ഉഷാറില്ലാണ്ട് സീരിയസിൽ കിട സന്ദർഭത്തിലെ സമയത്ത് ബാപ്പടൊന്ന് ഹിദുമത്തെടുക്കട അവകാശ സമയത്ത് നിന്റെ പെഞ്ഞയായ അവൾക്ക് നഷ്ടപ്പെട്ടത് അവള് ബാപ്പടം ഔത്ര ബിസിയെ കിട്ടിയപ്പോ ആയിട്ട് കിടും ഓടിയോണ്ട് പണ്ടത് ഞാൻ ചെന്നല്ല കഷ്ടത്തുക്കും സുഖത്തുക്കും വിസിറ്റൊക്കെ വന്ന് പോണ്ടല്ലാണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോണ്ട് മോണേ ഒരു മാപ്പിള ആയവണ് കിട്ടുക വേണായിട്ട് എല്ലാം അവളോ ബലിശരിയനായ പരിസ്ഥിതി വന്നത് അതല്ല മനുഷ്യരെ ഞങ്ങളെ പെഞ്ഞൈമാർ അങ്ങനെ അകസ്മാത് നിന്റെ മോളെ നിക്ക് സമ്പൂർണമായിട്ടും ഒപ്പകായില്ലെങ്കിൽ നിക്ക് സമ്പൂർണമായിട്ടും തൃപ്തിയില്ലാണ്ട് കണ്ടെങ്കിൽ
ഔ തസ്രീഹിം ബിഹിസാൻ. നാണ് നിക്ക് മോളെ എങ്ങനെ മങ്ങിലാക്കി തന്നരെ തറുമ്പത്തേക്ക് എങ്ങനെ അങ്ങണമേ ചന്തത്തിലെത്താ മനുഷ്യ. നിക്ക് തലാക്കാക്കുക ഇഷ്ട ഇന്നെങ്കിൽ അവളൊട്ടിക്ക് പൊപ്പോകാവില്ലേ, അവളെ പിന്നെയും കെട്ടിബേക്കുന്നുണ്ടല്ല ചെന്നോണ്ടുള്ളത് ബദലുക. അവളൊട്ടിക്ക് സുധാരിക്കുക ആവില്ല, അവളൊട്ടിക്ക് ജീവനം നടത്തുക സാധ്യമില്ലാണ്ട് കണ്ടെങ്കിൽ നല്ല രൂപത്തിൽ ചന്തത്തില് സന്തോളത്തില് നക്ക് പുട്ടുതാ അടിച്ചിട്ടും കുത്തിട്ടും പറഞ്ഞിട്ടും ടോർച്ചറാക്കിട്ടും ഇന്നതെല്ല ഭിത്തിഴ് തീർത്തിട്ടും വേണ്ടാത്തത് എന്തെല്ലാം തീർട് നിക്കാക്കുകയ സുൽമ എന്തെല്ലാം ആക്കുക തീർട് എന്തെല്ലാം ചാടി പസാദാക്കും ഇതെല്ലാം ആക്കിയിട്ട് ലാസ്റ്റകനെ ബലിച്ചെറിഞ്ഞു പോകണ്ട. തലാക്കാക്കിടെങ്കും അതുക്കൊരു അന്തസ്സുണ്ടു, അതുക്കൊരു ചന്തമുണ്ട്, അതുക്കൊരു ക്രമമുണ്ട്. പടച്ചവനെ നാണമങ്ങിലായൽ പിന്നെ ആ മനുഷ്യരെ പിറകില് പോയിട്ട് നഷ്ടത്തിലും കഷ്ടത്തിലും ആയല്ല റബ്ബേ. അങ്ങനെ തലാക്കായൽ പിന്നെ സമയത്ത് അവള് ദുഃഖപ്പെടുற പോലത്തെ പരിസ്ഥിതി വന്നുറുകു തീരാ. ഇണ്ടത്തെ അവസ്ഥ നോക്കുള്ളനെയാണ്. അതായിട്ടിക്കടെ മനുഷ്യരെ നിങ്ങൾ ചെമ്മ ചിന്തനാക്കണ ഒരു ബന്ധ ചൊല്ലുമ്പോ ചെമ്മാലോചനാക്കണോ, അതുക്കല്ലോ ഉടമുട്ടത്തിൽ ഉത്തര ചൊല്ലണോ. മങ്ങിലായിട്ട് ബന്ധൽ പിന്നെ പെഞ്ഞയുടെ ബിസത്തിലോ റബ്ബട മുട്ട ഉത്തര ചൊല്ലണായിട്ട് പണ്ട്. അതേപോലെ പെഞ്ഞേക്ക് പിന്നെ മക്കളായങ്ക മക്കളെ വിഷയത്തിലും പിന്നെയും നിനക്ക് ജവാബ്ദാരി ആറായത്, നിന്റെ റോള് ആറായത്, നീന് മക്കളെ വിട്ടേക്ക് എങ്ങനെ പെരുമാറണായത് ചെന്നിട്ട് നിന്റെ പെഞ്ഞേക്ക് പുഞ്ചായിട്ട് കിട സന്ദർഭത്തിൽ അവളെ ആരേക്കട വിഷയ. അതേപോലെ പെറ സന്ദർഭത്തിൽ അവൾ വേണ്ട കഷ്ടപ്പാട് കൊരിയാളുമാറുള്ള പിറകു വേണായിട്ട് ഉമ്മടൗത്തുക്ക് വിട്ടുപുട്ടറ് പോയിട്ട് പെത്തറ് 40 നാൾ കഴിഞ്ഞാൽ പിന്നെ ഒരു കുള്ളിയുടെ പേരും ബീച്ചിൽ ഒരു ഗമ്മത്താക്കിയിട്ട് പിന്നെ റിട്ടേൺ അവള് വിളിച്ചൊമ്പണ്ട. ഇങ്ങനെ കുറെ സമ്പ്രദായ മനുഷ്യ. നിന്റെ പെഞ്ഞൈ പോയിട്ട് പെറിടത് അല്ലെങ്കിൽ പിറകു വേണായിട്ട് ഒരു 7-8 തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ അപ്പത്തെ മങ്ങില ചെന്നിട്ട് പേരും ബീച്ചിൽ ഒരു ഗമ്മത്താക്കി വിളിച്ചും പോയിട്ട് അതിൽ പിന്നെ പെത്തിട്ടൊരു 40 നാൾ അവിടെ തയ്ച്ചിട്ടിക്കട സന്ദർഭത്തില് അതിന് ചെലവ് അവളെ ബാപ്പല്ല കൊടുക്കണായത്, ഞങ്ങളെ ഔത്രങ്ങളിലെ കൊടുക്കണായത്, അതിനെ പൂർണ്ണമായിട്ടും ചെലവ് നീനായിട്ട് കിട കൊടുക്കണായത്. അവളെ ഔത്തിലിക്കട കാലത്തോളം അവളെ ചെലവ് നിക്ക് കഡായമാണ്. നിന്റെ പെഞ്ഞയുടെ ചാക്കിരി നിന്റെ മാമിയാക്കിയെങ്കിൽ നിന്റെ മച്ചിഞ്ചി മാറാക്കിയെങ്കും സമയത്ത് അതൊക്കെ അവൾക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ നിന്റെ മാമിക്ക് ശമ്പളം കൊടുക്കണം. എന്തുകൊണ്ട്? അവളെ മോളെ കാണെ ബിലിബിസെ നിന്റെ പെഞ്ഞയായിട്ട് കിടവളു. അവള് പെത്തൽ പിന്നെ അവള് എല്ലാ ചാക്കിരുടെ കാസും സമയത്ത് കൊടുക്കണായത് നിന്റെ ഹക്കായിട്ട് കിടത്രത്തോളം പെഞ്ഞയുടെ പിരിസഭയെക്കൊണ്ട് ചെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട സന്ദർഭത്തില് ഒന്നും കൂടി കേട്ട ബാലക്കാരാ മങ്ങിലായാണിങ്ങള് നിങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് ചെന്നിട്ട് 100 കണക്കിൽ 1000 ആളുമാരെ സാക്ഷി നിപ്പാട്ടിട്ട് 1000 ആളുമാർക്ക് ബയറുന്നോടി തിന്നുകൊടുത്തിട്ടോ എത്രമോ ചെലവാക്കിട്ട് ഒരു പെണ്ണിടെ അന്തസ്സോടുകൂടെ ചന്തത്തിൽ ഒത്തുകൊമ്പന്നറ അങ്ങ് സന്തോള എത്ര നാള് നീ അവൾക്ക് കൊടുത്തോണ്ടുള്ള നിന്റെ വിഷയത്തില് നിന്റെ പെഞ്ഞയുണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ളടാ. നിന്റെ പെഞ്ഞൈ നിന്റെ വിഷയത്തിൽ തൃപ്തിയായിട്ടുള്ളടാ. അൽഹംദുലില്ലാഹ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു നക്ക് തന്നെ വലിയൊരു നിധിയായിട്ട് കിടന്ന നിന്റെ പെഞ്ഞീശന്റെ രൂപത്തിൽ നിന്റെ പെഞ്ഞിയുടെ സ്വഭാവ ശൈലി അങ്ങനെയുണ്ടാ അല്ലേ? എല്ലാം ഗൊന്തോട് എന്തിനാ കൊന്തോണം? നിങ്ങക്ക് കുറെ പെണ്ണിങ്ങുള്ളത് ഔത്തുലെപ്പോൾ എന്തിനാ തേണ്ട ഇപ്പൊ കുത്തിയതുപോലെ ഇത്ര ഇത്ര വലിയ മുഖമായിട്ട് കിട്ടും പച്ചൻ കൈ പോലെ അർസത്തിൽ നിന്നതുപോലെ എപ്പോഴും നോക്കുമ്പോൾ അറിയാതെ യുദ്ധം കഴിഞ്ഞിട്ട് വന്നതുപോലെ ആയിട്ട് കിട്ടുള്ള മുഖം എപ്പോഴും എപ്പോ മാപ്പിള ഔത്തുലിക്കുമ്പോ സ്വബീകഞ്ചിരി 8 ಗಂಟೆ ಒಲಿಂಬ ಗಂಟಾಮತ್ತಕ್ಕೆ ಮಾಪಿಳೆಯವನ ಸೊರ್ತಕ್ಕೆ ಬೋಟೋಳ ತೆಲ್ಲರಿ ಲೆಕ್ಕಲ್ಲ ಮೊಗತೆಲ್ಲ ಬೀರಿಯೋಗ ತೊಡಗಿದ್ದು ಗುಲಾಬಿ ಪೂ ಬಲತಲ್ಲಿ ಚಿರಿಕೆಲ್ಲ ಮೊಗತ್ತಲ್ಲಿ ಬಂಡವಳ ಪಡ ಮೋಂದಿ ಅಂಬತ್ತಕ್ಕೆ ತೊಡಗಡಿ ಬಿಂಗು ಈ ಮುಸೀಬತ್ತು ಬರುಂಬತ್ತು ಎಂದ್ರೆ ಅದರ ಅರ್ಥ ಅವಳೋಡೆ തൃപ്തിയല്ല. അവള് പൊട്ടിയൊന്നുമല്ല. അവളക്കറയുടെ കൊറടി, ചിരിക്കട കൊറടി, തമാശ കൊറടി, മാപ്പിളൊട്ടിക്ക് കളിക്കടതല്ല കൊറടി. ഇതല്ല മാപ്പിള ചെന്നെങ്കിൽ രാജാവല്ലള. മാപ്പിള ചെന്നെങ്കിൽ ലൈഫ് പാർട്ട്ണർ ചെല്ലത്. ലൈഫ് പാർട്ട്ണർ ചെന്നെങ്കിൽ ഒട്ടിക്ക് 50-50 ഒരു ബൈക്കിട്ട് ചെന്ന് ടയർ ചെയ്യുന്നത് പോലെ ഒരേപോലെ തിരിയണം. ഒന്ന് പങ്ക്ചറായി തന്നെ കണ്ടെങ്കിൽ പിന്നെ ഒന്ന് നിൽക്കണം. പിന്നെ എന്താക്കട് ഒരു ടയർ ഉണ്ടല്ലോ ചെന്ന് ആരെങ്കിലും ബൈക്ക് എടുത്തും കൊണ്ടാറാ ഇല്ല. അത് റീപ്പയർ ആക്കിയിട്ടേ കൊമ്പൊട്ടി അങ്ങനെ ആയിട്ട് കിടന്നൊരു ബിസ്. അപ്പൊ നീ അവള് പൊട്ടിയെന്തല്ല ഔത്തിൽ ചിരിക്കില്ല. കളി ചിരി തമാശ എല്ലാം കുറടി
ഒരു മങ്ങിൽ തോളക്ക് പോയി നോക്കിയോളാം ഒരു മങ്ങിൽ തോത്ത് പോയി നോക്കി അങ്ങനെ ചിരിക്കടല്ലോ ആകാശത്ത് ഭൂമിയുടെ ആകാശത്ത് പാർച്ച ചിരിയതെന്തല്ല ഉള്ളത് ചിരിയും കൊളിയും കറിയും തമാശയും ചെന്നൊരു പ്രയോജനമല്ല ഫ്രണ്ട്സുമാറും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്മേറ്ററങ്ങളെ കിട്ടിയപ്പോൾ നിരക്കരുടെ കുടുംബത്തെ കാണാത്ത ആളുമാരെല്ലാം കാണുമ്പോത്തുകല്ല ഭയങ്കര കൊസി അവങ്ങളൊട്ടിക്കും ചോറും വേണ്ട അവൾക്ക് കറിയും വേണ്ട എന്തും വേണ്ട അവൾക്ക് ചിരി കൊസി എന്തേ ആ കൊസി ഔത്തുലില്ല എൻ്റെ മാർക്ക് അല്ലേ കുറേ ആൾ മറിക്കണ്ട റുസത് മനസ്സിക്ക് നെമ്മതിക്ക് ദ്വാരക്കുറുസതുണ്ട് ഈ നെമ്മതിയുള്ള ദ്വാരം എന്നിട്ടല്ല കിട്ടുന്നുണ്ട് കണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് കണ്ടെങ്കിൽ അസർ പറയുമ്പോഴത്തേക്ക് മാപ്പിളയാണ് കൂലി സ്വർത്തുക്കളിൽ പോയിട്ട് പറയുമ്പോഴത്തേക്ക് ഒരു 1/2 കിലോ നെമ്മതിയും ഒരു 1.5 കിലോ ശാന്തിയും ഒരു 3 കിലോ സമാധാനവും തൊട്ടലിട്ടെടുത്ത് വന്ന ഒത്തിരി ചൊരിച്ചു വിടാൻ അതങ്ങനെ കൊമ്പന്റെ ബസ്തല്ല അതങ്ങ് ക്രിയേറ്റ് ആക്കിടും ഞങ്ങളിലുള്ളത് ഈ നെമ്മതിയും സമാധാനവും ശാന്തിയും ഇസ്സത്തും അഭിമാനവും കൊസിയും അതെല്ലാം ഞങ്ങളിലുണ്ടത് ഞങ്ങൾ ഓൾറെഡി ഉണ്ട് അത് പുതിയത് കൊമ്പണ്ട അഗത്യം ഇല്ല ആറ് തരണ്ട അഗത്യവും ഇല്ല ഓട്ടോമാറ്റിക് ഞങ്ങൾ അത് പറുത്തെടുക്കും നിങ്ങൾക്ക് അത് പറുത്തെടുക്കും നിങ്ങൾക്ക് തിരിയണം അതുകൊണ്ട് പടിവെക്കട ബസ്തല്ല അത് ഷെയറാക്കട ബസ്തായിട്ട് കിടത് അതിൻ്റെ കുറെ ആണിങ്ങൾക്ക് അങ്ങനെ ഔത്ര പൊട്ടട പോലെ നോക്കുന്ന പൊട്ടട പോലെ മൂർത്തിയുടെ പോലെ ഇങ്ങനെ ഇക്കട ഒരു പളക്ക പറയല ഒരു ചിരിക്കല ഒരു തമാശയില്ല ഒരു പെഞ്ഞിടയില ഒരു കൊസിയില്ല ഒരു റാഹത്തില്ല മനുഷ്യന്മാർ പേരിക്കോണം എന്തിര് അള്ളാഹുവേ ഈ പൊട്ടട വന്നക്ക് എന്റെ ബാപ്പ മങ്ങിലാക്കിട്ട് തന്നെ 2 പെണ്ണിങ്ങ പേരിക്കോണം അവനെന്ത് പൊട്ടെന്തല്ല അസാറാകുമ്പോത്തൊന്നും റോഡ് സൈഡിക്ക് പോളാ ബസ് സ്റ്റാൻഡിക്ക് അവന് ബീഡിയും പച്ചിൽ കാലിന്റെ മേലും കാലിച്ചിട്ട് ബുട്ടറ റൈലങ്ങത്തത് ഒന്നേ ഭാരത്ര കാണാം അതിരക്കാണ് സ്പീഡിലുണ്ടോ റൈല് അത്ര ചാളോണ് പളക്ക പറയല് അവനക്ക് ചിരിക്കും തെറ് പളക്ക പറയും ചെറു തമാശാക്കും തെറ് അങ്ങനെ കോമഡി ആക്കും തെറ് എല്ലാം അവനക്ക് വേണ്ട ഔത്തുക്ക് എത്തിയ വെറുത്തുക്ക് എന്തോ ഒരു പൊട്ടട പോലെ ಬೇರಿಕೊಂಡು ಆರೋ ಮಾಟ ಹಾಕಿರಾರಂಡು ಕಾಂಡು ಅವನೇ ಅವರು ಮಾಟ അങ്ങനെ ആയിട്ടായിട്ട് ഈ സംബന്ധ എന്തിരെ ഈ കൊസി ഔത്തിരില്ലാത്തത് ഇണ്ട് ചുമ്മാളും മാറു ചുമ്മ പെണ്ണുങ്ങളുള്ള സമാധാനത്തിന് വേണായിട്ട് അവള് മാപ്പിളടൗത്തുക്ക് ബാപ്പടൗത്തുക്ക് കൊണ്ടത് കുടുംബത്തോട് ഒന്ന് പോയി പറാച്ചലടത് സമാധാനത്തിന് ഒരു പെഞ്ഞക്ക് യാറെ സമാധാനം കിട്ടണായി ഭൂമിയിൽ നിന്ന് ഏകൈക ജാഗ ഏതുകൊണ്ട് കേട്ടത് മാപ്പിളയുടെ അകമോണേ മാപ്പിളയുടെ ഔത്രക്കാണ് ഒരു നെമ്മതി ഒരു സമാധാനം ഈ പ്രപഞ്ചത്തിൽ ഒരു പെണ്ണായുൾക്ക് കിട്ടുക സാധ്യയില്ല അത് കൊടുക്കുന്ന വിഷയത്തിൽ ചെന്ന മാപ്പിളമാർ ഫെയിലായിട്ടുള്ളത് സൂത്ത് പോയിട്ട് അവിടെ ആയിട്ട് അതുകൊണ്ടിട്ടായിട്ട് സകല സമസ്യം ഔത്തുണ്ടാവുന്നത് മാപ്പിളമാരിൽ ഒന്ന് വിശേഷമല്ലട്ട എന്തെല്ലാ നിൽക്കുന്ന ഔത്തുൽ ചിരിക്കുക തീരെ അള്ളാഹുനിക്ക് പല്ലും ചുണ്ടും ബായും തന്നത് ചിരിക്കുകല്ലേ പെഞ്ഞിരൊട്ടിക്കുന്ന തമാശയും ഒരു കളിയും ചിരിയും എന്ത് തീറാ കഥയും കാദംബരിയും എന്തെനിക്ക് റായത്തങ്ങളൊട്ടിക്ക് തീറി എന്തെന്നിന്റെ പെഞ്ഞൈ മക്കളൊട്ടിക്ക് ആവില്ല ഹോട്ടലിൽ പോയിട്ട് ആറാറ് ചങ്ങായിമാരെ വിളിച്ചും പോയിട്ട് പൊക്കളുടെ മണ്ണ് ചൊരൊടുത്തോളം തിന്നുപാട്ടും തീർന്നത് എന്തുകൊണ്ട് നിന്റെ പെഞ്ഞൈ മക്കൾ ഒരു ടേബിൾ വെച്ചിട്ട് തിന്നുകാവില്ല എന്ത് ഒന്ന് തമാശകൊന്ന് ചിരിക്കും കളിക്കും നിന്റെ കൊണ്ടാവാത്തത് എന്ത് നീയത്തുള്ളൊരു പൊട്ടട പോലെ കൃതി എന്തുകളോ മനസ്സ് തുറക്കുമോണേ ഈ ഭൂമിയിലെ മനസ്സ് തുറക്കുന്ന വലിയൊരു ജാഗ ഏത് കണ്ടെങ്ക പെഞ്ഞയുടെ മുകളോ യച്ഛനും സാളും മാറും മക്കളെ കാണുമ്പോഴത്തേക്ക് ചിരിക്കിടറ് ചെറിയ മക്കളെ പിടിച്ച് കളിക്കിടറ് മുത്രറ് എല്ലാം ആ കിടറ് തെല്ല് ബെൽതായിൽ പിന്നെ പോലീസരെ പോലെ മക്കളിൽ പളക്ക പറയുമ്പോഴത്തേക്ക് അറസവണ്ടറ് മക്ക 8, 10, 12 വർഷം അവിടെ സന്ദർഭത്തിൽ മക്കളെ കണ്ടുകാവാത്തത് ബാലക്കാറായിട്ട് കണ്ടെങ്കിൽ പിന്നെ മക്കളിൽ ചിരിയില്ല കളിയില്ല തമാശയില്ല ഞങ്ങളെ കൂട്ടത്തിൽ എത്ര ആണിങ്ങ ഉള്ളത് ഔത്ര ഉൾഗത്തേക്ക് പോണ്ട സന്ദർഭത്തിൽ ഒന്ന് പെഞ്ഞിയുടെ മുഖ കണ്ടപ്പോ മക്കളെ മുഖ കണ്ടപ്പോ ഒന്ന് അസ്സലാമു അലൈക്കും ചെന്നത് സലാമു ചെറുടെ മാപ്പിളം മാറി എത്ര ഉള്ളത് ഔത്തിൽ പോയിട്ട് എങ്ങനെ റാഹത്തുള്ളതാണ്ട് കേക്കിടങ്ങ എത്ര ഉള്ളത് ഒന്ന് ആലോചനാക്കി നോക്കുവള അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാപ്പിളകളുടെ പെഞ്ഞയുടെ കുട്ടിക്ക് അതേപോലെ ജവാബ്ദാരിയുണ്ട് അവളെ മനസ്സിൽ നമ്പലാക്കും പോലെ ഇല്ല അവളെ പറയും പോലെ ഇല്ല ദോഷനാക്കും പോലെ ഇല്ല ബുദ്ധിവാദ അവളെ തപ്പെങ്ക് ബുദ്ധിവാദല്ല ദീർഘ ചെല്ലൽ നിങ്ങളും കേട്ടതല്ലേ പെഞ്ഞി ചെല്ലത് ബസ് നിന്റെ സ്വർത്തക്ക് വന്നവളല്ലളോ അവള് നിന്റെ ചാക്കിരിക്ക് വന്നവളല്ല ബദലുക നിന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വന്നത് അങ്ങനെയൊക്കെ സന്ദർഭത്തിൽ മാപ്പിളന്മാര്
നീന് പുറത്ത് പോയിട്ട് നയിച്ചിട്ട് കൂലിയും കാലിയുമാക്കിയിട്ട് എല്ലാം സ്വറാക്കിയിട്ട് ഔത്തുക എല്ലാ ഐറ്റംസ് കൊമ്പന്ന സന്ദർഭത്തില് അതെല്ലാം അവള് റെഡിയാക്കി ബേക്കിടർ ആ ചാപ്റ്റർ വേറെ ആയെങ്കും നിനപ്പാക്കട്ട. അങ്ങനെ ആ ഉത്തുകു പണ്ട സന്ദർഭത്തിൽ എന്തെങ്കിലും കുമ്പന്നിട്ട് നിന്റെ പെഞ്ഞേകും മക്കും കൊടുക്കുന്നതല്ല സമമേ. അದ್ರ ഒട്ടിക്ക് എന്തെങ്കിലും നേരാസരണ്ട വേറെന്തെങ്കിലും റജ ഇന്ന സമയത്തിൽ നീ ഔത്തിലിന്നപ്പോ അണ്ട നീന് കാലിന്റെ മേലിൽ കാലിലിട്ട് മൊബൈൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ടൈം പാസ് കൗത്തുള്ളത് കിടന്നോണ്ട് ഉറങ്ങിയോണ്ട് തേക്കുന്നതിന് ബദലക എന്തൊക്കെ നിന്റെ പെഞ്ഞിയുടെ ഒട്ടിക്ക് സീരിട്ട് പെഞ്ഞി 6 നാള് ആക്കട സറൗണ്ടതിൽ ഒരു നാള് നിക്കെന്തെ സഹായാക്കു തീറാ അതല്ലെങ്കിൽ പെഞ്ഞിയുടെ ഒട്ടിക്ക് എന്തുകൊണ്ട് ഹെൽപ്പാക്കു തീറാ. ടോയ്ലറ്റ് കൽകും നിന്റെ പെഞ്ഞേന്റെ നേർച്ചയാക്കി വന്നരമാ. ബാത്റൂം കൽകും നിന്റെ പെഞ്ഞെ നേർച്ചയാക്കിട്ട് വന്നരമാ. നിന്റെ മാപ്പിളയുടെ ഉത്തരം നാണേ മരിക്കിടത്തോളം ബാത്റൂം കൽകട ചെന്നിട്ട് ഒന്ന് നേറാസരണ്ട് ബാക്കി നാളിലുള്ള റജ ഇന്നപ്പോ നിന്റെ ഉത്തുളി എന്തെല്ലാ നിക്ക് ടോയ്ലറ്റ് കൽകു തീരെ ബാത്റൂം കൽകു തീരെ നിലയെള്ളത്തിൽ വറസകൊന്ന് ക്ലീനാക്കു തീരെ ഒന്ന് ഒത്തരാക്കു ഹെൽപ്പാക്കു തീരെ അല്ലേ. തപ്പിട്ട് മാച്ചിൽ പിടിച്ചിരണ്ടാണിങ്ങ മാച്ചില മൂത്ത് പിടിച്ചേരണ്ടൊക്കെണ്ടെങ്കിൽ എന്ത് സ്റ്റേറ്റസിൽ പറഞ്ഞു ദുനിയാവിൽ നിന്ന് എല്ലാ ആളും മറത് പെങ്കൂസ് അവർ തൗത്തുള്ളും ജാലടിച്ചോണ്ടുള്ള ചെന്നിട്ട് അത് പെങ്കൂസറ പണിയല്ലല്ലോ. അത് നല്ലൊരു മാപ്പിളുടെ നല്ലൊരു ആനയുടെ പണിയത്. ജാലടിക്കടത് തെളി നല്ല തോത്തുറത് ടോയ്ലറ്റ് ബാത്റൂം കൽക്കടത് നിരക്കരടെ അങ്ങ് നിൽക്കി നോക്കി ഒട്ടിക്കട്ട നിൽക്കു ബാനായിട്ടേ അല്ല വടച്ചിരെ അതിന്റെ ഇല വെച്ചാക്കണ്ട. നീ നിന്റെ ഒത്തിരി ഇസ്സത്തിലാക്ക്. നിന്റെ പെഞ്ഞിക്കുന്നൊരു കോസിയാവും നോക്കുക. ഒരു തെല്ല് സൊറാക്കുമ്പോത്തുക്കും അല്ല അവള് ബണ്ട കഷ്ടപ്പാട് എത്രയുള്ള നിന്റെ ഒത്തിരി അവർക്ക് നീ 4,000-2,000-3,000 ശമ്പളം കൊടുത്തെങ്കിലും മയ്യവളെ എത്ര പണിയെടുക്കണല്ലോ നിന്റെ പെഞ്ഞി. നിന്റെ ഒത്തിരി ഫസ്റ്റ് കുറങ്ങ ലാസ്റ്റ് കുറങ്ങിടാറില്ല നിന്റെ പെഞ്ഞി. സുബീക ഫസ്റ്റ് ಬೇಗಣಿക്കിടാറില്ല അത് നിന്റെ പെഞ്ഞി. ഉറക്കെത്ര വിളുകും ഒരു 4 ಗಂಟೆ 5 ಗಂಟೆ മാക്സിമം 6 ಗಂಟೆ അതിരക്കാണ് യാർ അവള് ഉറക്ക് കിട്ടില്ല. ഡ്യൂട്ടി എത്ര 18 ಗಂಟೆ ഡ്യൂട്ടി എടുക്കട ആണിങ്ങോട് ആറുള്ളാറൊന്ന് ചൊല്ലറുള്ള. ഗൾഫിൽ ഡ്യൂട്ടി 8 ಗಂಟೆ തപ്പിങ് ഒരു 10-12 ಗಂಟೆ ಅದಕ್ಕೆ എക്സ്ട്രാ ശമ്പളം വേറെ അല്ലേ. 18 ಗಂಟೆ 4 ഡ്യൂട്ടി അങ്ങോട്ട് ആണിങ്ങോട് ആറുമില്ല. എല്ലാവരും ഡ്യൂട്ടി ഒരു 8 ಗಂಟೆ 9 ಗಂಟೆಗೆ തുടങ്ങിയെങ്കിൽ അസർക്ക് 4 ಗಂಟೆ ആകുമ്പോൾ കൂലി പണി തിരിഞ്ഞ് 5 ಗಂಟೆ ആകുമ്പോൾ അതിനിടയിൽ റെസ്റ്റ് വേറെ കിടക്കുന്നത് വേറെ സിഗരറ്റ് വലിക്കും വേറെ ടൈം ഒരു ചായ കുടിക്കും ഒരു എക്സ്ട്രാ ടൈം അതൊരു അര ഗಂಟೆ അങ്ങനെ പോയിട്ട് ഒരു 1.5 ಗಂಟೆ ഉച്ചയ്ക്ക് ചോറുണ്ണക്ക് പോയിട്ട് ഇവർ പേടി ചോറുണ്ണക്ക് 1.5 ಗಂಟೆ പോയിട്ട് അങ്ങനെ കിടന്നിട്ട് ഉറങ്ങിട്ട് എഞ്ചൽ പിന്നെ പാടെ 2.5 ಗಂಟೆ ആകുമ്പോൾ കൂലി പണി തുടങ്ങിയിട്ട് അങ്ങനെയുള്ള ആയിട്ട് അന്ത് ഇന്ന് തട്ടിമുട്ടിയിട്ട് ഒരു അസറാക്കി ബണ്ടത് നിങ്ങളെ പിന്നെ അവൾക്ക് ರಜೆ ഉണ്ടാ നിക്ക് വാർത്തലൊരു ರಜೆ അവൾക്ക് ರಜೆ ഉണ്ടാ വാർത്തലൊരു ರಜೆ തിങ്കളുടെ ರಜೆ അല്ല ವರ್ಷത്തിലൊരു ರಜೆ ഉണ്ടാ ഒരു ರಜೆ ഇല്ല. നിക്ക് ಬೇರೆ ನಂಬಲಾಯಂಗಿ നിക്ക് പനി വന്നെങ്കി നിക്ക് കൈകാൽ ನಂಬಲಾയಂಗಿ കാലിന്റെ മേൽ കട്ട ആറാമത്തെ ഒത്തിൽ കിടക്കട നീ കബൂറിൽ കിടന്നതുപോലെ കിടക്കട പന്താട്ട് റെസ്റ്റ് നിക്ക്. നിന്റെ പെഞ്ഞിക്ക് മാസക്കുളി വന്നപ്പോ ഹൈലായ സമയത്ത് പടച്ചവനെ എണ്ണിക്കു തീരാത്ത നടക്കു തീരാത്ത വേറെ നമ്പത്തിൽ പെടക്കിടല്ലവളൂ. ചെന്നുകുത്ത് വേറെ വയറ് വലിക്കണത് വേറെ കൈകാല് വലിക്കണത് വേറെ ദയനീയ പരിസ്ഥിതിയിൽ ചെമ്മ പെണ്ണിങ്ങ കിടറ്. അണ്ടത്തെ നാളും അവള് ഫുഡാക്കണോ അണ്ടത്തെ നാള് മക്കള് കുളിപ്പാട്ടണോ നിലത്തോത്തണോ ടോയ്ലറ്റ് ബാത്റൂം കഴുകണോ എല്ലാ സ്വറവും അവളാക്കണോ. അണ്ട സമയത്ത് നീ അവരുടെ കരുണ കാട്ടില്ല. ശമ്പള 10 പൈസ കൊടുക്കില്ല. വേണ്ടതെല്ലാം വിടും കൊടുക്കട പൈസയെല്ലാം വിടും കൊടുക്കണോണ്ടല്ല നാശലയുടെ കൊടുക്കണ്ടാണ്ടല്ല നാശലയുടെ നാശൊന്നോണ്ട് ഒരു പിരിസെങ്കും കൊടുക്കു തീരെ മുസ്ലിമേ ഒരു പിരിസെങ്കും കൊടുക്കു തീരെ. പിരിസ കൊടുക്കുക കാശ് വേണ്ടലാ. പിരിസ കൊടുക്കുക ആരെ പെർമിഷന് വേണ്ടലാ. പിരിസ കൊടുക്കുക വേനായിട്ട് നഷ്ടമില്ലടാ. അത് നിന്റെ മനസ്സിൽ ഉൾക്കത്തുള്ളത് പിരിസ നീന് കൊടുക്കുമ്പോ നിന്റെ കൽബുളി ആറെ പിരിസ ഉണ്ടാവിടൂ. ഈ കിണത്തിൽ ഇന്ന തണ്ണി പോലെ പിരിസ ചെല്ലടത് കിണത്തില് ഇന്ന തണ്ണി യൂസാക്കാണ്ടൊന്ന് 2 വർഷം നീ എടുത്ത് ബേക്കറോളാ. പിന്നെ ആ തണ്ണി കുടിക്കും പോലെ ഇല്ല. അതെല്ലാം ഗലീജായിട്ട് കാട്ടല്ല പോന്നിട്ടോ എന്തെല്ലാം ആയിട്ട് ചിഞ്ഞ് നാറകു തുടങ്ങിട്. കിണത്തിൽ ഇന്ന തണ്ണി ഡെയിലി നിങ്ങൾ കോരിട്ട പമ്പിള തണ്ണി എടുത്തു നോക്കിയുള്ളവരോളാ എടുത്തത്രമേ നൊറയിട് പിന്നെയും നൊറയിട്. പലത് പോയപ്പോ പുതിയ തണ്ണി പണ്ടവിടകു പല തണ്ണി പോയവർക്ക് പുതിയ തണ്ണി വന്ന് നൊറയിട് പിരിസ ചെല്ലത്. അങ്ങനെ നീ എത്ര കൊടുത്തോണ്ടില്ല എത്രത്തോളം നിക്ക് വന്നോണ്ടിക്കിട് നീ കൊടുത്തത്ര പിരിസ നിക്ക് നിറഞ്ഞോണ്ടിക്കിട്. നിന്റെ കൽബുള് നീനപ്പത് തടഞ്ഞു പോയിക്കട. ആ സന്ദർഭത്തിൽ പിരിസ ചെല്ല നിന്റെ കൽബുളെ നിന്റെ മുഖത്തിലെ കാണുക സാധ്യയില്ലാത്തത് പിരിസ ബൈക്കുക നമ്പർ 1 വ്യക്തി 6 കിടങ്ങ നിന്റെ പിരിസത്തെ പെഞ്ഞൈ
അതേപോലെ പെണ്ണുങ്ങളെ ഒരു വിശേഷല്ലട്ടോ, നീ നല്ലവള് ചെന്നിട്ടായിട്ട് കിടങ്ങ ആ മനുഷ്യൻ നിന്റെ ബാപ്പടെ കൈ പിടിച്ചിട്ട് നിൽക്കുന്നതാണ് നിങ്ങളെ മോളെ സ്വീകരിച്ചേണ്ട ചെന്നത്. ചെന്നിട്ട് നിങ്ങളെ മോളെ മങ്ങിലത്തതാണ് സ്വീകരിച്ചതാണ്, നിങ്ങളെ മോളെ നാണ് നിന്റെ പെഞ്ഞയായിട്ട് നാണ് കബൂലാക്കിയതാണ്. നിങ്ങൾ ചെന്ന നിബന്ധന അനുസരിച്ചിരുന്നാണ് ഒപ്പിയോണ്ടുള്ള നിങ്ങളെ മോളെ ചെന്നിട്ട് ആ മനുഷ്യൻ നിന്റെ മേൽ പറവസ വെച്ചിട്ട് നിന്റെ നമ്പിക വെച്ചിട്ടായിട്ട് കിടങ്ങ ആ മനുഷ്യ പെഞ്ഞയായിട്ട് സ്വീകരിച്ചത്. നീ നല്ലവളു ചെന്നിട്ട് നീ വഞ്ചനാക്കില്ല ചെന്നിട്ട് പടച്ചറപ്പ് ഇഷ്ടപ്പെടാത്ത സ്വറ നീ നാക്കില്ല ചെന്നിട്ടായിട്ട് കിട അവള് നിന്റെ നമ്പിട്ട് അവള് നിന്റെ നമ്പിട്ടായിട്ട് കിട മാപ്പിളായോണ് നിന്റെ സ്വീകരിച്ചത്. നീ നിസ്കരിക്കുവേണ്ടവണ് പേരിച്ചിട്ടിന്, നീ ഖുർആൻ ഓതുവേണ്ട പേരിച്ചിട്ടിന്. കനിഷ്ഠപക്ഷ മനുഷ്യരുടെ ഭാവത്തിലും അഭാവത്തിലും ആ മനുഷ്യക്ക് നീ ദുവാരക്ക് വേണ്ടി പേരിച്ചിട്ടിന്. നീ അവന് ഇഷ്ടപ്പെടാത്ത സ്വറാക്കലാണ്ട് പേരിച്ചിട്ടിന്. അവനക്ക് ജന്മ അവനുണ്ടാക്കിയ മക്ക ഉള്ളറല്ലേ, ആ മക്കളെ ചന്തത്തിൽ നോക്കു വേണ്ടും പേരിച്ചിട്ടിന്. മക്കൾക്ക് ബെടക്ക് ബുദ്ധി പഠിപ്പാട്ടലാ ചെന്നവണ് വിശ്വസിച്ചിട്ടിന്ന. അങ്ങനെ ചന്തത്തിൽ നിന്റെ നമ്പിക്ക ബയിച്ചിട്ടൊരു മാപ്പുറ ആണായവണ് നിന്റെ പെഞ്ഞിയായിട്ട് സ്വീകരിച്ചപ്പോ ആ മാപ്പിളായുടെ ഭാവത്തിലും അഭാവത്തിലും വഞ്ചനാക്കിടെ എത്ര പെഞ്ഞിമാറുള്ളത്, അവനക്ക് ഇഷ്ടപ്പെടാത്ത സ്വറാക്കിടെ എത്ര പെഞ്ഞിമാറുള്ളത്. സുബി നിസ്കാര ഉപലവത്തിൽ നിസ്കരിക്കാത്ത പെഞ്ഞിമാർ എത്ര ഉള്ളത്, നിസ്കാര കലാക്കിടെ പെണ്ണിങ് എത്ര ഉള്ളത്, അവനക്ക് തെരിയാണ്ട് അവന്റെ കാശ് ചെലവാക്കിടെ പെണ്ണിങ് എത്ര ഉള്ളത്, അവന്റെ കഷ്ടത്തിലാക്കിടെ പെണ്ണിങ് എത്ര ഉള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് നിസ്കരിക്കട പോലോത്തോ നോമ്പ് പിടിക്കട പോലോത്തൊരു ബഡ്ഡി വ്യവഹാര ആക്കാത്ത നല്ലൊരു മനുഷ്യന്ന ആ മനുഷ്യരുടെ ഉമ്മയും ബാപ്പയും മക്കവും ഫെഞ്ഞിയും സേരിട്ട് നരകത്ത് കയറിടറ് ചെന്ന സ്വഹാപത്രങ്ങള് ചെന്നപ്പോ പരിശുദ്ധ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കേൾക്കടറ് യാ റസൂലല്ലാഹ്, നല്ല മനുഷ്യടെ എങ്ങനെ നബിയെ ഉമ്മ നരകത്തേക്ക് കിടത്തുന്നത്, ഉമ്മ ബെടക്കാക്കണത്, പെഞ്ഞൈ ബെടക്കാക്കണത്, മക്ക ബെടക്കാക്കണത്. ഒരു ഉമ്മക്ക് മക്കളെ ബെടക്കാക്കുക സാധ്യമാ നബിയെ, പെഞ്ഞേക മാപ്പിളയുടെ ബെടക്കാക്കുക സാധ്യമാ നബിയെ, മക്കക്ക് ബാപ്പയുടെ ബെടക്കാക്കുക സാധ്യമാ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, അരേ സ്വഹാബാ, ഉമ്മടെയും മക്കളെയും പെഞ്ഞിയുടെയും അത്യാസൊരു മനുഷ്യനെ നരകത്തേക്ക് കിടത്തുന്നത് എങ്ങനെയുണ്ട് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലണത്, സൗകര്യത്തിക്ക് തക്കത്തെ അകയിന്തമുണുകോ, പൈക്കാത്ത രൂപത്തിൽ വേറെ നിറക്കുള്ള ആഹാരത്തെ വ്യവസ്ഥയും നയിപ്പും ഇന്തമുണുകോ, അവന്റെയും പെഞ്ഞി മക്കളെ അകത്യത്തിക്ക് തക്കതായിരുന്നു വസ്ത്രത്തിലുള്ള വ്യവസ്ഥ ഉണ്ട്. അങ്ങനെ നല്ല രൂപത്തിൽ ജീവനം അങ്ങനെ പോയോണ്ടിന്തോ നീ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ജീവന പോയോണ്ടിന്ത്. കുറെ ടൈം കഴിഞ്ഞപ്പോ ഉമ്മയുടെ ഒരു ആശ അല്ലെങ്കിൽ പെഞ്ഞയുടെ ആശ അല്ലെങ്കിൽ മക്കളെ ആശ ആ മനുഷ്യന്മാരെ നരകത്തേക്ക് കിടത്തിട്ടുണ്ട് ചെന്നപ്പോ പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലട, സ്വഹാബാ, ഒരു മൂന്നായി ഉണകു ഉദ്ദാക്കു തീരാത്ത പോലത്തെ കഷ്ടപ്പാട് ഉമ്മയും ബാപ്പയും കൊടുക്കു തുടങ്ങടറ്. മാപ്പിള ആയ ഉണകു സുധാരിക്കു തീരാത്ത രൂപത്തിൽ നിന്ന് കഷ്ടപ്പാട് പെഞ്ഞെ കൊടുക്കടറ്, മക്ക കൊടുക്കടറ്. എങ്ങനെയുണ്ട് കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലട, സ്വഹാബത്തെ, ഏതെങ്കിലും ഒരു ഉമ്മ ഏതെങ്കിലും ഒരു അയ്യത്തേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു ഔത്തുക്ക് പോയിട്ട് യന്ത്രത്തിക്കെങ്കും പോയിട്ട് അവിടെ അങ്ങളെ ആഡംബര കണ്ടപ്പോ അങ്ങളെ ആഭരണ കണ്ടപ്പോ പെഞ്ഞിയായുള്ളുക മങ്ങലത്തേക്ക് പോയാള് അല്ലെങ്കിൽ താഴ്വത്തേക്ക് പോയാള് കുടുംബത്തങ്ങളോടൊക്കെ പോയാള് ഇന്നൊരു മനുഷ്യനെ അക കണ്ടപ്പോ അവിടെ ഇന്ന സൗകര്യ കണ്ടപ്പോ അങ്ങനെ മാപ്പിളയുടെ വന്നിട്ട് പെണ്ണ് ചെല്ലുടെ മാപ്പിളയുടെ ഇതില് നാണ് ഔത്തുക്ക് പോയിന്നെ അത് ചിലപ്പോ മരിച്ചകായിട്ടിക്കുമ്മയി മങ്ങിൽ തകായിട്ടിക്കുമ്മയി വേറെ നിങ്ങൾ ഫാമിലിയുടെ ചങ്ങായി മാറതായിട്ടിക്കുമ്മയി അവിടെ പോയപ്പോ നിങ്ങളെ ഗ്രൈൻഡർ നോക്കിയറാ, നിങ്ങളെ ഫ്രിഡ്ജ് നോക്കിയറാ, നിങ്ങളെ ഔത്തിലെ പെണ്ണിങ്ങളെ മാല നോക്കിയറാ, നിങ്ങളെ ഔത്തിലെ ടൈൽസും മാർബിളും നോക്കിയറാ, ജാഗയും വറാണ്ട നോക്കിയറാ, നിങ്ങളെ ഔത്തിലെ സൗകര്യവും വ്യവസ്ഥയും നോക്കിയറാ. ഇത് എന്ത് ഫാനുകളെ പണ്ട് ബനൂ ഇസ്രായേലിന്റെ കാലത്ത് കൊമ്മെന്ന് വെച്ച ഫാനല്ലേ ഇത്, പണ്ടത്തെ ഡോറല്ലേ ഇത്, റിപ്പയർ ഇപ്പൊ പണ്ടത്തെ ഫ്രിഡ്ജല്ലേ ഇത്, റിപ്പയർ ആക്കിയിട്ട് തീരില്ല, എല്ലാം പലര് ആളുമാർ
ബറുമ്പത്തുന്നൊക്കെ ചങ്കിയാവടോ. ഈ ഔത്തുക ആള് നോളുമ്പത്തുക ഈ പഴയ വ്യവസ്ഥ കാണുമ്പോ ചങ്കിയാവടോ. ആധുനീകരണ ചിലത് ഒന്നും ഈ ഔത്തുലില്ല. അതുകൊണ്ട് പുതിയ ഫ്രിഡ്ജ് വേണോ? ഞങ്ങളൗത്തിൽ എ സി ഉണ്ട്, അതുകൊണ്ട് നമുക്കും എ സി വേണോ? ഞങ്ങളൗത്തിൽ പെണ്ണുങ്ങളെ കലത്തിൽ 30-35-40 പൗണ് ബംഗാറ് മാല ഉണ്ട്. ഞങ്ങളൗത്തിൽ എന്തുമില്ല, നക്കും അത്ര വേണോ? ഞങ്ങളൗത്തിൽ മങ്ങിലത്തേക്ക് വേണമായിട്ട് പെണ്ണിങ്ങ പോണ്ട സന്ദർഭത്തിൽ 8000-10,000 ഉറുപ്പിടെ സാരി എടുത്തോണ്ടുള്ളാറ്. അതുകൊണ്ട് അങ്ങനത്തെ സാരി ഇട്ട് കൊടുത്തില്ലെന്നൊക്കെ ചങ്കിയാവില്ല. ഒരേ ഫർദ ഉള്ളത്, ഫറതൊന്ന് ചേഞ്ച് ആക്കണോ? ഇന്നൊരു മങ്ങിലോണ്ടോട് മുത്തുക്ക് വേറെ ഫർദ വേണോ? ഇല്ലെങ്കിൽ പെണ്ണിങ്ങ ചൊല്ലൂർ ഒന്നിമാ ഉള്ളടിയുണ്ട് കേൾക്കു തുടങ്ങുവാറ്. ചെറുപ്പും അതേപോലെ വേറെ വേറെ ഒരു മങ്ങിലത്തേക്ക് ബംഗ്ലാസ് മങ്ങിലത്തേക്ക് ചെറുപ്പ് വേറെ, സാരി വേറെ, ഫർദ വേറെ. അതേപോലെ പിന്നെ നിങ്ങൾ തിങ്കളാസ് 2 നാള് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ നേറാസ് 2 മങ്ങിൽ അപ്പോഴും അതേപോലെ അത് കുറു സാരി വേറെ, ചെറുപ്പ് വേറെ. തിങ്കളാസ് 2 ഇന്നൊരു മങ്ങിൽ നിങ്ങൾ അപ്പോഴും എല്ലാം ബദലാവണേ. ഇല്ലെങ്കിൽ പെണ്ണിങ്ങ കേക്കൊരു ഒന്നേ ഉള്ളമാ, ഒരു ജോഡിയേ ഉള്ളമാ, വേറെ ചെറുപ്പില്ലേ, വേറെ സാരി ഇല്ലേ, എന്ത് കിടുതി ഇട്ടതേ ഇട്ടത്, ഇങ്ങനെ ചെന്ന തമാശ തുടങ്ങുവാറ്. അതുകൊണ്ട് നിനക്ക് സാരി എങ്ങനത്തത് വേണോ, ബംഗാർ ഇങ്ങനത്തത് വേണോ, സൗകര്യം എങ്ങനത്തത് വേണോ ചെന്നിട്ട് തെഞ്ഞയും മാപ്പിളക്ക് കിറുക്കുള കൊടുക്കു തുടങ്ങിയപ്പോ ഉമ്മവും അതേപോലെ അവന് കണ്ടില്ലടാ. ഗൾഫ് പോയിട്ട് 2 തിങ്കളായി എത്ര 2 ഫ്ലോറുടെ അക കെട്ടിയ അതേപോലെ ചന്തത്തെ 40 കാറെടുത്ത പോയിട്ട് 3 തിങ്കളായി എത്ര നിന്റെ പോലത്തെ പാലക്കാറല്ലേ, നിന്റെ കാണ ചെറിയ വയസ്സല്ലേ, നിന്റെ ഇത്ര പഠിപ്പ് മോണിക്കില്ലല്ലേ, നീ ഇത്ര വലിയായിട്ട് 3 വർഷമായിട്ട് ഗൾഫിൽ നയിക്കരുത്. ഒരു സമത്തിൽ തിന്നെടുത്ത് ഞങ്ങളെ ഔത്തിലില്ലല്ലേ, സമത്തിലുള്ള ഔത്ര വ്യവസ്ഥ ഞങ്ങളെ ഔത്തിലില്ലല്ലേ. നീ എന്തെങ്കിലും മണ്ണ് തിന്നുക പോയമാ ചെന്നിട്ട് ഉമ്മായവളും മോന്റെ ഡൊങ്കിയാക്കുക തുടങ്ങിയ, മോന്റെ തമാശ ആക്കുക തുടങ്ങിയ, മോന് എന്തും ആവാത്ത പോലെ ആക്കുക തുടങ്ങിയ. മക്കായങ്ങമാ ബാപ്പാ നിങ്ങക്ക് അങ്ങനത്തെ ഡ്രസ്സ് വേണോ? പെരുന്നാൾ ബന്ധ മോള് ചെന്നാൽ അങ്ങനത്തെ ഡ്രസ്സ് വേണോ, ഇങ്ങനത്തെ ഡ്രസ്സ് വേണോ? ഇന്നൊരു ഹജ്ജ് പെരുന്നാള് 2 തിങ്കൾ കഴിഞ്ഞ പേർക്ക് പിന്നൊരു ഹജ്ജ് പെരുന്നാള് പണ്ട് അപ്പോഴും വേറെ ഡ്രസ്സ് വേണോ? അത് സാമാന്യ ഡ്രസ് ആവില്ല. അവളെ ഫ്രണ്ട്സ്മാർ അല്ലെങ്കിൽ അവളെ ഫാമിലി ആൾമാർ ഹൈ റിച്ച് ആളുമാർ ഇട പോലത്തെ അതേപോലത്തെ ഡ്രസ് ആവണോ, അങ്ങനത്തെ വ്യവസ്ഥ ആവണോ? മക്കവുമാണ് മക്കും ആ രൂപത്തിലും ബാപ്പക്ക് കിറുകളൊക്കെ കൊടുക്കുക തുടങ്ങിയാറ്. മങ്ങിലത്തെ കഥ ചെല്ലില്ല പെണ്ണ്. ചിരം സഭാപ്പന്മാരെ ഭീതി കയറിടത്, എന്റെ ചിരം സഭാപ്പന്മാരെ ഭീതി വികാരിയാക്കിടത്, പള്ളിക്ക് പോയിട്ട് ബെങ്ങട പോലത്തെ വ്യവസ്ഥയാക്കിടത്. അല്ലെങ്കിൽ അങ്ങാടി പോയിട്ട് 5 രൂപത്തും 10 രൂപത്തും വേണ്ടിട്ട് ഈ മനുഷ്യ ബെങ്ങൊക്കെ കൊണ്ട് ഭിക്ഷുക്കാക്കിടത്. 18, 10, 20, 25 വർഷത്തോളം കഷ്ടപ്പാടെന്തിണ്ട് തെരിയാണ്ട് ബൽക്ക് പിരിച്ചിട്ട് മോളായിട്ട് കിടല്. മോളുക്ക് വേണായിട്ട് ബാപ്പ ഭിക്ഷുക്കായിട്ട്, മോളുക്ക് വേണായിട്ട് ഇന്ന ഉത്തര ബിക്കടെ പരിസ്ഥിതി വന്ന്, മോളുക്ക് വേണായിട്ട് ബഡ്ഡിക്ക് വേണ്ട ഫൈനാൻസിക്ക് പോകു വേണ പോണായ പരിസ്ഥിതി വന്ന്, ബാങ്കിടെ ബഡ്ഡിക്ക് കാസർക്കിടെ പോലത്തെ പരിസ്ഥിതി വന്ന് 100 കണക്കിൽ ആളുമാറില്ല. അതും ഇതും നാളെ തണ്ട നാളെ കളി തണ്ട ചന്ദ്ര കടയെടുത്തിട്ട് കളവ് ചെന്നിട്ട് വഞ്ചനാക്കിടെ പോലത്തെ പരിസ്ഥിതി വന്ന് ലാസ്റ്റ് റായപ്പെട്ടു ഓർഡർ പോലത്തെ അവസ്ഥ മനുഷ്യ വന്ന്. എല്ലാവർക്കും വേണായ ആള് മോളെ മംഗലത്തിൽ പിന്നെ ആർക്കും വേണ്ട. എന്റെ റായത്തിൽ നിന്ന് വലിയ വലിയ ആളുമാറുള്ള കടയെടുത്ത് തീർത്തിട്ട് അയടെ തിരിച്ചു കൊടുക്കൂ, കാസില്ലടോ. നല്ല മനുഷ്യാണ് ഇടി റായത്തെ റായമേ ചെന്നോണ്ടിന്നാള്. ആ മോളുകും മങ്ങിലായൽ പിന്നെ കള്ളായ വഞ്ചകായ അവനക്ക് കട കൊടുത്തിരണ്ടല, ഇന്ന് കിട്ടല. അവനക്ക് 10 പൈസ കൊടുക്കു തീരള, അവന് തിരിച്ചു തണ്ടില്ലള. അവന് വലിയടോങ്കില നിന്റെ കാസ് കുമ്പിടി ഇത്ര തിങ്കളായിത്തല, നാളെ തന്റെ ചെന്ന് കുമ്പോയോണുള. അവന്റെ പണിയെല്ലായത്ത് ഇന്ന് ഞങ്ങളെ കാസ് കിട്ടുക ചാൻസ് ഇല്ലള. ഇങ്ങനെ ചെന്ന് എന്തും വേണ്ടാത്തൊരു മൂലക്ക് പോലത്തെ പോലത്തെ പരിപക്ഷമാക്കത് വേറാറുമല്ല മുസ്ലിമേ. അവന് ജന്മ കൊടുത്തൊരു കഷ്ട വന്നിട്ട് ബൽത്യ മോളായിട്ട് കിടല്. എന്തൊക്കെ അവളെ മങ്ങിലത്തേക്ക് ബാപ്പാ നക്കതേതും തിരിയല. നന്റെ മങ്ങിലത്തെ കാണ 1 നാളെ മുതൽ അത് വേണോ, 2 നാളെ മുതൽ ഇത് വേണോ. ഇത്ര ആള് മാറുക മങ്ങിലത്തെ ബിസിയത് മങ്ങിലത്തെ കാരണത്തിൽ അതല്ലെങ്കിൽ മൊയിലാഞ്ചിന് പേര് വെച്ചിട്ട് ഹൽദിന് പേര് വെച്ചിട്ട് അങ്ങനത്തെ കുറെ സമ്പ്രദായ സ്വന്തം ഉണ്ടാക്കിയിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സമയത്ത് പൊരുത്തപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത പരിശുദ്ധ മുസ്ലിമിനക്ക് ഒരു പരിചയമില്ലാത്ത പരിശുദ്ധ സ്വഹാബ
സഹാബത്ത് കിനാവുള്ള സമയത്ത് കാണാത്ത കുറെ സമ്പ്രദായ അവളെ ബലിച്ചിട്ടള് ഏതോ കേരളത്തിൽ ആരോ ആക്കിയ നാണം കെട്ട കുരുത്തം കെട്ട ആളുമാർ അതേപോലെ ഒരു ജവാബ്ദാരി ഇല്ലാത്ത പിറാന്തന്മാരാക്കട കുറെ സ്ഥലത്തവള് യൂട്യൂബില് കണ്ടള് ഏതും ഇൻസ്റ്റാത്തിൽ കണ്ടള് ഫേസ്ബുക്കില് കണ്ടള് അതേപോലെ അതിന് അനുഗമിച്ച ഈ മോളായവള് അതൊക്കെ ബാനടുവാപ്പോ നന്റെ മംഗലത്ത് അങ്ങനത്തെ ഡ്രസ് ആവണോ ഇങ്ങനത്തെ ബംഗാർ ആവണോ ഇങ്ങനത്തെ ഹാൾ ആവണോ ഇത്ര ആളുമാരെ വിളിക്കണോ എല്ലാം അവള് തീരുമാനാക്കിടല് ബാപ്പ ആയവണ് സറണ്ടർ ആവാട്ടിരിക്കൊക്കെ വേറെ തെരുവില്ല അവളവും അപ്പൊ മോളല്ലേ പിരിസത്തെ മോളല്ലേ എന്താക്കട കൊടുത്തില്ലെങ്ക മോള് കേട്ട പോലത്തെ എല്ലാ വ്യവസ്ഥയും ആക്കില്ലെങ്ക അല്ലെങ്കിൽ മക്കളെ ബർത്ത്ഡേ സന്ദർഭത്തില് മക്കളെ ബർത്ത്ഡേ പരിശുദ്ധ ഇസ്ലാം പൊരുത്തപ്പെടാത്ത ഈ ദുനിയാവുള്ള ബർത്ത്ഡേ ചെല്ലത് ഇന്നെങ്കത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം ബർത്ത്ഡേ ആക്കരുത്. എന്തുകൊണ്ടത് റഹ്മത്തുൽ ലിൽ ആലമായിട്ട് കട റഹ്മത്തുൽ ലിൽ ആലമീൻ ആയ കാരണത്ത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പാട്ടിയതായിട്ട് കട തിങ്കളാസ് 2 നോമ്പ് പിടിച്ചൊരു ബർത്ത്ഡേ ആക്കണത് ബേളാസ് 2 നോമ്പ് പിടിക്കണത് അതേപോലെ അങ്ങനെ കൊറിയ വിഷയത്തിലുള്ള ബർത്ത്ഡേ ആക്കണത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയത് അഹയങ്ക സ്വഹാബത്രങ്ങൾ എല്ലാ വർഷത്തിലും ബർത്ത്ഡേ ആക്കിയ ചരിത്രം ഇല്ലടാ താബിയടങ്ങ ബർത്ത്ഡേ ആക്കിയ ചരിത്രം ഇല്ലടാ ഇന്ന ബർത്ത്ഡേ ആക്കിടങ്ക അതും അല്ലാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിൽ ആക്കിക്കൊണ്ടുള്ളത് ക്രൈസ്ത സഹോദരന്മാരെ അനുഗമിക്കുന്ന രൂപത്തിൽ കേക്കും കട്ടാക്കിട്ട് ബലൂണും പൊട്ടുപാട്ടിട്ട് കളർ പാറ് പാട്ടിട്ട് അതേപോലെ ക്യാൻഡിൽ കത്ത് പാട്ടിട്ട് അതെല്ലാം ഊതുപാട്ടിട്ട് ഇങ്ങനെ ക്രൈസ്ത ആളുമാരെ അനുസരണാക്കുന്ന രൂപത്തിൽ നിന്ന് ബർത്ത്ഡേ ആയിട്ട് അതാക്കില്ലെങ്ക വേണായ രൂപത്തിൽ വ്യവസ്ഥ ആക്കി കൊടുത്തില്ലെങ്കിൽ ബാപ്പ പേരിക്കട മോണുക്ക് ബേജാറാവൂ മോളുക്ക് ബേജാറാവൂ അതുക്കും മോണ് തയ്യാറായിട്ടുള്ള ഉമ്മടെ കുറെ ആശ ഉണ്ടെന്നാണ് പടച്ചെന്നത് പോലെ അതുക്കും മോണായോണ് പേരിക്കട പടച്ചവന് ഉമ്മടെ ആശല്ല റബ്ബ് അത് നിറവേറ്റണല്ലേ ഇല്ലെങ്കിൽ നാണ് എന്തും വേണ്ടാത്ത മോണായിട്ട് മോണായിട്ട് മാറുവെന്നാണ്. അതല്ലെങ്കിൽ ആ ഉമ്മക്ക് 4-5 മക്കളുള്ളറ ബാക്കി മക്കളെ നയിച്ചിട്ട് നല്ല രൂപത്തിൽ കാസാക്കിയിട്ട് ഉമ്മ ബാപ്പയുടെ തൃപ്തി കരസ്ഥാക്കിയ ആളുമാർ ഓണ് എങ്ക ഉമ്മടെ തൃപ്തിപ്പെട്ട രൂപത്തിൽ ബാക്കിയാണ് മക്കളെ പോലെ ഉണ്ടില്ല സമത്തിലൊരു ജോബില്ല കാസിന് തെരുവില്ല മുന്നിലെ കഷ്ടത്തിലായിട്ടുള്ള അതുകൊണ്ട് ഉമ്മടെ എല്ലാ ആസര ബാക്കി മക്കളെ പോലെ നിറവേറ്റുന്ന എന്റെ കൊണ്ട് സാധ്യയില്ലല്ലോ റബ്ബ്. അങ്ങനെ പെഞ്ഞയും മക്കളും ഉമ്മയും കുറെ ആസയുടെ മേള് ആശ ചെന്നിട്ട് സമ്പ്രദായത്തിന് മേള് കുറെ സമ്പ്രദായം ചെന്നിട്ട് ഈ മനുഷ്യ പിന്നതാ നയിച്ചത് എത്തില്ലാണ്ടായപ്പോ വന്നവണു കക്കുക തുടങ്ങടാ അല്ലെങ്കിൽ നല്ല കളവ് ചൊല്ലക തുടങ്ങടാ അല്ലെങ്കിൽ ബഡ്ഡി വ്യവഹാരത്തെ പിറകില് പോണ്ടാ ചീട്ടുകളുടെ പിറകില് പോണ്ടാ ലോട്ടറിയുടെ പിറകില് പോണ്ടാ അതുപോലത്തെ ഹറാമായ നമ്പറുടെ പിറകില് പോണ്ടാ. നല്ല മനുഷ്യ ഉമ്മകും ബാപ്പകും മക്കും വേണായിട്ട് അഡ്ഡദാരി കടന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചലട അങ്ങനെ ആയിട്ട് നല്ല മനുഷ്യ ബടക്കായിട്ട് നരകത്തിക്ക് കൊണ്ടര അതിക്ക് കാരണം ജന്മ കൊടുത്ത ഉമ്മയും അതേപോലെ കൈപിടിച്ച പെഞ്ഞയും ഉണ്ടാക്കിയ മക്കളും ആയിട്ട് കിടറ് ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉമ്മമാര് ആ ടൈപ്പുള്ള നാളെ പെഞ്ഞിമാര് ആ ടൈപ്പിലുള്ളറാ ഞങ്ങളെ മക്ക ആ ടൈപ്പിലുള്ളറാ ഒന്ന് നിങ്ങൾ ഒന്ന് തെച്ചൊന്ന് ആലോചനാക്കിയുള്ള റബ്ബെ നാണ് കടത്തിലായത് നാണ് കഷ്ടത്തിലായത് നാണ് ബഡ്ഡി വ്യവഹാരാക്കുക തുടങ്ങിയത് ബഡ്ഡിക്ക് കാസർക്കുക തുടങ്ങിയത് വേറെ തെരുവില്ലാത്ത കാരണത്തിൽ ആരകെ ഉമ്മക്ക് ബാനായിട്ട് അല്ലെങ്കിൽ പെഞ്ഞയ്ക്ക് ബാനായിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് ബാനായിട്ടുണ്ട് ചിലടങ്ങി ഈ കൂട്ടത്തിൽ ത്രാളിക്ക് പെണ്ണുങ്ങളെ നിങ്ങൾ ആലോചനാക്കി നോക്കിയോ ഇന്നത് കൊണ്ട് സുധാരിക്കുക നിങ്ങൾക്ക് തെരിയണോ ഇന്നത് കൊണ്ട് നിങ്ങൾക്ക് സുധാരിക്കുക തെരിയണോ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാടുള്ള ചരിത്രം കേട്ടതല്ലേ
അങ്ങ പിഞ്ഞ് മാപ്പിളന്മാരെ നമ്മളാക്കിയങ്ങല്ല, മാപ്പിളന്മാരെ ബടക്കത്രത്തേക്ക് വലിച്ചൊറിഞ്ഞുകൊണ്ട് പോയങ്ങല്ല. ഇക്കട്ട് ബിസിയച്ചുള്ള ചെന്നോണ്ടുള്ളത് ഓരോ പെണ്ണിടലും അവളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുട്ട ഉത്തര ചൊല്ലണായിട്ട് പണ്ട് മാപ്പിളയുടെ ബിസിയത്തില് നിന്റെ കാരണത്തിൽ മാപ്പിള അഡ്ഡദാരിക പോയാണ്ട് കണ്ടെങ്കിൽ നീ അല്ലാഹുടെ മുട്ടത്തിൽ ഉത്തര ചൊല്ലണാവൂടൂ. മാപ്പിള നിന്റെ നമ്പിക്ക ഭീഷിട്ടായിട്ട് കിട നിന്റെ പെഞ്ഞിയായിട്ട് സ്വീകരിച്ചത് നീയോതോ പെണ്ണടെ ആരേതോ മോളടി ഏതോ റായത്തവളടി നിക്ക് ചോറ് തണ്ടകത്തവണകില്ല, നിക്ക് അകകെട്ടി തണ്ടകത്തിയില്ല, നിക്ക് ഡ്രസ് എടുത്ത് തണ്ടകത്തിയില്ല, നിക്ക് അതേപോലെ മറന്ന് തണ്ടകത്തിയില്ല. ഏതോ ഒരു നോക്കുക തൊടുക ഹറാമായ ഒരു അന്യ പെണ്ണായിട്ട് ഇന്നവളുനേണ് ഒരു കേവലൊരു ശബ്ദത്തെ വിസിത്ര ചെന്നിട്ട് നിന്റെ ബാപ്പ ചെന്നിട്ട് അതേപോലെ ആ മാപ്പിളായവണോ നാണ് സ്വീകരിച്ച ചെറിയ ഒരു ശബ്ദത്തെ കാരണത്തിലായിട്ട് നിന്റെ സമ്പൂർണമായിട്ടും ജവാബ്ദാരി അവന്റെ തലക്ക് പോകുന്നത്. നിന്റെ സമ്പൂർണ്ണ ജവാബ്ദാരി അവന്റെ തലക്ക് പോകുന്ന കേവല ആ ഒരു ശബ്ദത്തെ കാരണത്തിൽ മാത്ര ഒന്ന് ആലോചനാക്കി നോക്കുക. എന്നിട്ട് ആ മനുഷ്യത് സ്വീകരിക്കൂ. കാരണം നീ നല്ലോളൂ ചെന്നിട്ട് നിന്റെ മാപ്പിളറായ തിന്നെങ്ക പററായത്തേക്ക് പോയിട്ടിന്നെങ്ക നിന്റെ മാപ്പിള ഗൾഫിലുള്ളണ പെണ്ണ് അവണ് ഇന്നപ്പോ എങ്ങനെ നീ നിന്നെ അങ്ങനെ മേവണില്ലാത്തപ്പോ ഉള്ളേ നിന്റെ മാപ്പിള ഗൾഫക്ക് ഫ്ലൈറ്റ് പത്തിയാൽ പിന്നെ നീ ബദലാവണായിട്. നിന്റെ നോട്ടവും നിന്റെ പളക്കവും നിന്റെ മനസ്സും നിന്റെ മാപ്പിള ഇന്നപ്പോ ഇന്നത് പോലെമേ ഉണ്ടല്ല വ്യത്യാസായിടാ. അവണ് ഗൾഫക്ക് എത്തിയാൽ പിന്നെ നിന്റെ മൊബൈലുടെ വ്യവഹാരം ഉണ്ടല്ലോ മാപ്പിള നിന്റെ ഒട്ടിക ഇന്നപ്പോ ഇന്ന രൂപത്തിലെ ഉണ്ടാ. അതിൽ നിന്ന് മെസ്സേജ് ആവട്ടു, അതെങ്കിൽ വീഡിയോ ആവട്ടു, വേറെ ഏതും ആവട്ടു, ഏത് കോളിംഗ് സിസ്റ്റംസ് ആവട്ടു, ഏതും ആവട്ടു, നിന്റെ മാപ്പിള നിന്റെ ഒട്ടിക ഇന്നപ്പോ ഇന്ന രൂപത്തിലെ ഉണ്ടാ. അല്ല ബദലാവണായിടാ. അല്ലാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിൽ ലിങ്ക് നിന്റെ മൊബൈലിൽ നടക്കട. ആറ് കണ്ടില്ലെങ്കിൽ റബ്ബ് കാണ്ട പെണ്ണ്, ആറ് കണ്ടില്ലെങ്കും റബ്ബ് കണ്ട. അല്ലാഹുടെ പണിപ്പാടിന് നിന്റെ കൊണ്ട് എന്തും ആക്കുക സാധ്യമില്ല. ഇന്റെ ചൊമ്മാള് മാറുള്ളതല്ല. ഗൾഫിൽ നിന്ന് പാലക്കാട് പിസൈ ചെന്നിട്ട് കാര്യമില്ല. ചിലപ്പോ നാളെ ലൈവ് ഇന്നത് കൊണ്ടിട്ട് ചെന്നെങ്കിൽ ചിലപ്പോ ബേജാറാവും മൈ കേക്കടങ്ക്. എന്തുകൊണ്ടാവണം ഞങ്ങൾ 1000 ചില്ലറ 5000 കിലോമീറ്റർ ദൂരം ഇന്ന സൗദി അറേബ്യത്തുക ഒരു 3000 ചില്ലറ കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് UAE അവണ് ഫ്ലൈറ്റ് പറ്റിയത്. അവണ് പതി നിന്റെ പേരൊന്ന് ഉറക്കുക വേണായിട്ട്, നിന്റെ മക്കളെ പേര് നിറക്കുക വേണായിട്ട്, അതേപോലെ അവന്റെ ഉമ്മളെ പേര് നിറക്കുക വേണായിട്ട്, നിന്റെ ഒന്ന് ദൈപ്പാടി നിന്റെ ഒന്ന് കൊസി വെടുപ്പാട്ടണോ ചന്തത്തെ അകനിക്ക് തന്നിട്ട് അവണ് ചന്തത്തെ ലക്ഷക്കെട്ടിലെ ചെലവാക്കിട്ട് നിക്കുന്നു അക കെട്ടിട്ട് അവന് പിന്നെയും ഫ്ലൈറ്റ് പത്ര ഔത്തുള്ള സുഖ അനുഭവിക്കടതാ നീണായിട്ട് കിടുവെണ്ണ്. നിന്റെ മാപ്പിള അവണ് കെട്ടി ഔത്തുള്ള സുഖ പടയുക ചാൻസ് ഇല്ല. ഭാര്യ കുറുടിയായിട്ട് കട 2 തിങ്കൾ കൊടുക്കമാ 3 തിങ്കൾ കൊടുക്കമാ വന്നിട്ട് 1.5 2 3 4 തിങ്കൾ വെച്ചിട്ടവണ് പോണ്ട. ബാക്കി നാളും പവണ് മറുഭൂമിയില് 55 മറുവും ഡിഗ്രി ടെമ്പറേച്ചർ ഇന്ന് ആ ജാഗിലായിട്ട് കിടവുണ്ട് നയിപ്പ് പൂർണ്ണമായിട്ടുമുള്ളത്. അവന്റെ കിന് ഒന്ന് മാത്രം നിന്റെ പിഞ്ഞ സന്തോളത്തിരിക്കണു തമ്പുരാന്, നിന്റെ മക്ക കൊസിലിക്കണു തമ്പുരാന്. നിന്റെ മാപ്പിളായണു സ്വബൈ ഗണിച്ചത് റായബുഡ്ര അഥവാ അകബുഡ്ര ഏതോ കൂലി പണിയുണ്ടര്, മണ്ണുടെ പണിയുണ്ടര്, ഔത്ര പണിയുണ്ടര്, സിമന്റ് പൊറുക്കട പണിയുണ്ടര്, കല്ല് പൊറുക്കട പണിയുണ്ടര്, അതേപോലെ പാണിയത്തെ പണിയുണ്ടര്. അങ്ങനെ അവന് ഒരേ അവന്റെ കിനാവുനക്ക് കാസാവുന്നു ചൊന്നിട്ട് കാസെന്തക അവന് കൂട്ടിക്ക് പോകല്ല, കൊടൈക്കനൾക്ക് പോകല്ല, സർക്കസിക്ക് പോകല്ല, ബദലക അവനക്ക് അങ്ങനത്തൊരു കിനാവില്ലടാ. പെണ്ണെ നിന്റെ മാപ്പിളക്കൊന്ന് സർക്കസിക്ക് പോകണു ചൊല്ലറ ആശയില്ല. അതേപോലെ ഊട്ടി കൊടൈക്കനൽക്ക ഷിംലത്തുക കാശ്മീരത്തുക പോണ്ട അവനക്കൊരു ആശയില്ല. നല്ല ഡ്രസ് ഇടണോ ചൊല്ല ആഗ്രഹം അവനക്കില്ല. ഐഫോൺ പിടിക്കണോ ചൊല്ല ആശയും അവനക്കില്ല. ഹൈഫൈ കാറിൽ പോണു ചൊല്ല ആശയും അവനക്കില്ല. ബദലക നിന്റെ പെഞ്ഞയുടെ കൊസിവിടെ പാട്ടണല്ല, നിന്റെ മക്കൾക്ക് കൊസി ആക്കണനാറ്.
പെഞ്ഞേകും മക്കും ഒപ്പിട രൂപത്തിൽ നിന്ന് കാറെടുക്കുക നോക്കൂടാ. പെഞ്ഞി മക്കും കൊസിയാവുടെ രൂപത്തിൽ നിന്ന് ഔത്തുള്ള സൗകര്യം ഉണ്ടാക്കുക നോക്കൂടാ. പെഞ്ഞേകും മക്കും കൊസിയാവുടെ രൂപത്തിൽ നിന്ന് ഡ്രസ് എടുത്ത് കൊടുക്കുക നോക്കൂടാ. അതേപോലെ ഒരു പെരുന്നാള് വന്നപ്പോ കുടുംബത്തെ നിരക്കരടങ്ങളെ മങ്ങിള വന്നപ്പോ പെഞ്ഞി മക്കും നല്ല ഡ്രസ് എടുത്ത് കൊടുക്കണ സന്ദർഭത്തിൽ സ്വന്തം ഡ്രസ് എടുക്കുക മറന്നു പോണ്ട. പെഞ്ഞി മക്കും നല്ല നല്ല ചെറുപ്പും ഷൂ എടുക്കണ സന്ദർഭത്തിൽ സ്വന്തം ചെറുപ്പ് കാളുകിടുക വേണ്ടിട്ട് അതവണ് മറന്നു പോണ്ട. ഇല്ലെങ്കും അവന് സുധാരിക്കടാ. അവനക്ക് ചെറിയ പെരുന്നാൾക്ക് ഇന്ന ഡ്രസ് മയ്യാവോടോ ബലി പെരുന്നാളുകളും ചെറിയ പെരുന്നാളുക കൊമ്പന്ന ചെറുപ്പും സുമ്മയ്യാവോട് ബലി പെരുന്നാളുക. ഇന്നൊരു റായത്തിൽ 8 മങ്ങിൽ അയക്കട്ട്. ആ 8 മങ്ങിൽ തൂം ഒരേ ഷൂം ചെറുപ്പും ഇട്ടുകൊണ്ട് പോണ്ട തൊന്തരയില്ല വണുക. ഒരേ ഡ്രസ്സിനുമേ ഇട്ടുകൊണ്ട് പോണ്ട തൊന്തരയില്ല വണുക. ആരെങ്ക കേക്ക് പറയൊരു പേടിയുമില്ല, ബേജാറില്ല, മുജുകറും അവനുകില്ല. എന്തുകൊണ്ടിട്ട് നയിച്ച കേസര ബല അവനുക്ക് ചന്തത്തില് തെറിയോ. അവന്റെ പേർപെട തണ്ണി എത്ര ഉണ്ട് ചെന്നു ഓരോ ഊർപ്പത്തിലും എത്ര പേർപെട തണ്ണി ഉണ്ട് അവനുക്ക് ചന്തത്തില് തെറിയോ. പെണ്ണ് നിന്റെ മാപ്പിളയുടെ നയിപ്പന്ത്രേണ്ട് കൊന്തുണ്ടാ. നിന്റെ മാപ്പിള നയിക്കട സന്ദർഭത്തിൽ എത്ര കഷ്ടമണ്ടാണ്ട് നിക്ക് തെരിയുവാ. നിന്റെ മാപ്പിള റായപുട്ടോട് ഗൾഫുക പോണ്ട സന്ദർഭത്തിൽ എത്രയുള്ള കിനാവ് കണ്ടാണ്ട് ചെല്ലോ തെരിയുവാ. നിന്റെ നോക്കിട്ട് ചിരിച്ചിട്ട് സലാമചന്ദ്ര ബണ്ടടേ ചന്ദ്ര പോണ്ടേ കണം കൽബുടെ ഉൾക്കത്തിലുണ്ട് ഉറുകിയോണ്ടിക്കട. പടച്ചവനെ നിന്റെ മാപ്പിളിട എന്റെ പെഞ്ഞിടനക്ക് പുടനായിട്ട് 2 വർഷം 2 വർഷം 3 വർഷത്തേക്ക് അവളൂടെയും നാണവിടെ തമ്പുരാന് നിന്റെ പിരുസത്ത മോണ് കിടാവുനതാ. ആ കിടാവുടെ ചിരി കണ്ടിട്ട് കളി കണ്ടിട്ട് കൊതി തീന്നിട്ടില്ല തമ്പുരാന്. ആയെങ്കെന്താ കട്ടോ റബ്ബേ, ആ കിടാവുക്ക് വേണായിട്ട് റായപുണനായ പരിസ്ഥിതി ബന്ധ തമ്പുരാന്. അവന്റെ മനസ്സിൽ നീനും നിന്റെ മക്കവും മാത്രമായിട്ട് കിട. ഗൾഫിൽ അവിടെ നയിക്കുമ്പോ ഓരോരോ റിയാളും ദിർഹമും ഉണ്ടാക്കുന്ന സന്ദർഭത്തില് കൽബ് നോടുള്ളത് പെഞ്ഞയും മക്കളും മാത്രമായിട്ട് കിട. നിങ്ങളെ ചിരി മാത്രമാണ് കണ്ടോണ്ടിക്കടത്, മക്കളെ സന്തോളം മാത്രമാണ് കണ്ടോണ്ടിക്കടത്. ആ സന്ദർഭത്തിൽ പെഞ്ഞയ്യായവൾ ആക്കട സ്വറമാ മഹാപ്പിളക്കടത്തെ കാസിലുണ്ടല്ലേ അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചെലവാക്കിക്കൊണ്ടുള്ളത്, അവനക്ക് ഇഷ്ടമില്ലാത്തത് ചെലവാക്കിക്കൊണ്ടുള്ളത്, അവനക്ക് ഗുന്തില്ലാത്ത രൂപത്തിൽ കട്ടിട വേണ്ടാത്ത രൂപത്തിൽ ചെലവാക്കിക്കൊണ്ടുള്ളത്. യാത്രമാ പണ്ട് ലാൻഡ് ലൈനിന്നപ്പോ ലാൻഡ് ഫോണിന്നപ്പോ ഫോണാക്കി ഔത്തിലെ പെഞ്ഞി ഉള്ളത് ചെല്ലുടെ ധൈറാ. ലാൻഡ് ലൈനിന്നപ്പോ പെഞ്ഞി ഔത്തിലെ ഉള്ളത് ധൈറാ. കോളാക്കിപ്പോ പെഞ്ഞി ഫോൺ എടുത്തല പെഞ്ഞെ ഔത്തിലുണ്ട് ധൈറാ. ഉണ്ട് മൈക്കാത് തെച്ചിരുന്നാണ് ഔത്തിലുള്ളേണ്ട് ചെല്ലാം. അല്ലെങ്കിൽ ഏതെങ്കിലും റായത്തിലെ സിറ്റിൽ ഇവിടെ എവിടെയൊക്കെ പോയിട്ടുന്നാണ് ഔത്തിലുള്ളേണ്ട് ചെല്ലാം. ഈ രൂപത്തിലുണ്ട് മൊബൈൽ ബന്നൽ പിന്നെ വഞ്ചനയാറായിട്ട് ചെമ്മാ പിസച്ചുള്ളൊക്കെ ചെങ്കിയ അവിടെ മുസ്ലിമേ നിന്റെ കാണാറ് നിങ്ങൾക്കത് അനുഭവം ഉള്ളത്. എന്റെ വാട്സപ്പും ഫേസ്ബുക്കും ആ എല്ലാ ചരിത്രയും കഥയും ഇളയായിട്ട് ചെന്നോണ്ടുണ്ട് തമ്പുരാൻ. ഇന്നലല്ല മുഞ്ഞാണ്ടൊരു കേസ് പണ്ട് 45 വർഷം വയസ്സ് പെണ്ണക മാപ്പിളാണ് ഗൾഫിൽ നയിച്ചുകൊണ്ടുള്ള 10 വർഷത്തിൽ ഗൾഫിക്ക് പത്യവണോണോ. ഇപ്പൊ 45 വർഷമായത് ഈ പെണ്ണുടെ ബേസ് അങ്ങനെ മങ്ങിലായി അവിടെ കാണാൻ മുന്നുളേ ഗൾഫിൽ ഇന്നവിടെ നയിച്ച പൈസ പുറമായിട്ടും പെഞ്ഞൈ വേണയുടെ ചെലവാക്കുക വേണമായിട്ട് അവനെ ജാഗ്രതയാക്കി ഉപയോഗിച്ചിട്ടുന്ന മങ്ങിലായ ഭർത്തക്ക് പെഞ്ഞൈ ഒപ്പിട രൂപത്തിൽ നിന്ന് ജാഗയും നഗവും അതേപോലെ അവൾക്ക് വേണായ രൂപത്തിൽ നിന്ന് ബംഗാറുടെ എല്ലാം വ്യവസ്ഥയും അവനാക്കിയ എന്തും കൊറത്തയില്ല അല്ലാ. പെഞ്ഞൈക്ക് മാത്രം സുഖ വീണിന്ത് എല്ലുമായി തൂക്കിയ തൊന്തരില്ല, സുഖ മാത്രം കിട്ടിയോണ്ടില്ല. അവന് സുഖ കിട്ടാൻ നിക്ക് സുഖക്ക് തറാട്ടിക്കുക കാരണ നിന്റെ ബയർ നിറക്കുക വേണായിട്ടായിട്ട് കിടന്ന് ഗൾഫുക്ക് പോയത്. നിക്ക് അക കെട്ടുക വേണായിട്ട് നിന്റെ മറന്തുക കാസുക വേണായിട്ട് നിന്റെ മക്കൾക്ക് വേണായിട്ട് അവന് ഗൾഫ് എത്തിയത്. അതുകൊണ്ട് അവനും നിന്റെ പോലുമേ സുഖ വഞ്ചിതനായത്. റായത്തുള്ളൊരു കഞ്ഞിക്ക് ഗതി ഇന്നെങ്കിൽ റായ് ഗൾഫുക്ക് പോവലാന്തല. അങ്ങനതാ ഇന്ന മുഞ്ഞ ജന്നാൾക്ക് 300 പിസേജുള്ളത് 20 വർഷം 21 വർഷത്തെ ചെറിയ ബാലക്കാരെ ഒട്ടിക പ്രേമായിട്ട് കിടവോളത് മുട്ടുപുടകാവില്ല. പോലീസ് സ്റ്റേഷനൊക്കെ സമയത്ത് പോയിട്ടായിട്ട് അങ്ങനെ ചെന്നിട്ട് കാര്യമില്ല. മുസ്ലിമി ആരോപത്തിൽ പരസ്പര ഇന്ന ബന്ധ കുടുംബത്തിക്ക് റായത്തെങ്കല്ല ഗുന്തായത് ഇന്നതിലെ തലാക്കാക്കട എങ്ങനെ ചെന്നത് ചിന്തനാക്കൊണ്ടുള്ളത്. മാപ്പിളായോണ് നാളെ തലാക്കാക്കുക തയ്യാറില്ല. നക്ക് നിന്റെ പെഞ്ഞി വേണോണ്ട് ഇപ്പോഴും ചെന്നോണ്ടി കുമ്പത്തുകു ഓളുക മാപ്പിള വേണ്ട.
എന്തേ കാരണം അക ഓളെ പേരള് ജാഗ ഓളെ പേരള് എല്ലാം അവളെ പേരളാക്കിട്ട് അവന് സൂത്തുപോയാ പിന്നീട് അത്രത്തോളം നമ്പിയ ചെന്നതിൽ ബേജാറാക്കിരണ്ടാ ചെന്നോട്ടുള്ളത് ഇങ്ങനത്തെ 1000 ഉണ്ട് ചരിത്ര ചെല്ലടെങ്കിൽ ചെന്നല്ല ചെല്ലകു ചങ്കിയാവോട് കേക്കിട നിങ്കും ചങ്കിയാവുകുമ്മൈ ചിലപ്പോ ഗൾഫിൽ നിന്ന് പാലക്കാറക ബെണസക ബേജാറാവുകുമ്മൈ നാണ് ചെന്ന് എല്ലാരും അങ്ങനെ ഉണ്ടല്ല അങ്ങനെ 1000 അങ്ങനെ 1000 അല്ലേ എത്ര ഉണ്ട് അങ്ങനത്തെ വഞ്ചനയുടെ കേസ് എത്ര ഉണ്ട് കൊണ്ടുണ്ടാ ചെള്ള പോണ്ടെന്ന് ചെന്നെങ്കിൽ ചങ്കി അവിടെ ചെന്നിട്ടു ചുമ്മ വേണ്ട മൈക്കാതെ വിട്ട് സിറ്റി സെന്ററിൽ ഒരു അരഗണ്ട ചെങ്ങമൈ ഈ എല്ലാ ചരിത്രം അവിടെ കാണും ബീച്ചിലും പാർക്കും പോയിട്ട് നോക്കിയുള്ളവർ നോക്കൂ കൊറിയാളുമാർക്ക് നെഞ്ച അവിടെ കുറെ മാപ്പിളുടെയും പെഞ്ഞയുടെയും കണ്ടിട്ട് കുറെ ബേസര പെണ്ണിങ്ങ മാപ്പിളയും മക്കളും എല്ലാം ഒട്ടിക്ക് ഒരു ബീച്ചിക്ക് പോണ്ട് ഒന്നാസർക്ക് പോയിട്ട് പറയാൻ ഷുഗർ പ്രഷറിലത്തിൽ കുറെ ആയിട്ട് അസറത്തിൽ വാക്കിംഗ് ആക്കിയിട്ട് പറയാൻ അപ്പുറത്ത് നോക്കൊണ്ട് ജോഡി അത് മാപ്പിളയും പെഞ്ഞയും കുഞ്ചു പിടിക്കുന്നത് വേറെ കൈ പിടിക്കുന്നത് വേറെ കാലത്തിൽ നിൽക്കുന്നത് വേറെ കാലത്തിൽ ചവിട്ടി നിൽക്കുന്നത് വേറെ അതിൽ ഫോട്ടോ എടുക്കുക വേറെ സ്റ്റാറ്റസിലിട്ട് വേറെ അപ്പം സ്റ്റാറ്റസിലിട്ടത് വേറെ എൻജോയ് ആക്കെടുക്കുക കൈ കണക്കില്ല ഈ മകും ഇയാൾക്കും എന്തിരെ എൻ്റെ കുറയ്ക്കൊണ്ടുണ്ട് ഉലകത്തിൽ എന്തൊരു ചെല്ലതുക്ക് പിന്നെ നെഞ്ചിൽ നൻ്റെ മാപ്പിള നൻ്റെ അങ്ങനെ കൈ പിടിക്കില്ല അങ്ങനെ ഡാൻസ് ആക്കില്ല അങ്ങനെ ചിരിക്കില്ല കളിക്കില്ല അവള് പേരിക്കടെ പെഞ്ഞയ്യ അവള് അരബയസരങ്ങ അവണ് പേരിക്കടെ നോക്കൂ അവളുടെ ആ പെണ്ണ് നോക്കൂ എത്ര ചന്തത്തിൽ മാപ്പിളുടെ ഒട്ടിക്ക് അറക്കി പിടിച്ചോണ്ടും കുഞ്ഞിക്ക് കൈട്ടോണ്ടും സെൽഫി എടുത്തോണ്ട് എത്ര ചന്തത്തുള്ളത് ഓള് പൊട്ടിയുടെ പോലെ ഇങ്ങനെ പൈയുടെ പോലെ പിറകളെ വന്നിട്ടുള്ളത് ഓളെ കാണുമ്പോൾ ഓണ് കർസവണ്ടേ ഓണെ കാണുമ്പോൾ അവൾക്ക് കർസവണ്ടേ കാരണം കളിക്കുന്ന ടൈം അല്ല ചെന്ന് അങ്ങ് പേരിച്ചിട്ടുള്ളേ കുറെ ആളങ്ങനെ കുറെ ബാലക്കാർ മാത്രം കളിക്കണു ബേസായിൽ പിന്നെ ഉമ്മും മാപ്പിളയും പെഞ്ഞയും കളിക്കും ചിരിക്കും തമാശ എല്ലാം തീറ അങ്ങ് ഒരു സൈഡ് കുണ്ടുമാച്ചിൽ പോലെ ഒന്ന് ജാലടിക്കെടുത്ത് ഒന്ന് കക്കൂസുകൾക്കെടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് മൂലക്ക് ഇക്കെടുത്ത് മരിക്കട്ടെ ലാസ്റ്റ് ടീംസത്തോളം ചിരിയും കളിയും തമാശ മാപ്പിളെ പെഞ്ഞയ്ക്ക് വേണം അതിൽ ചങ്കിയെ കാട്ടകൊന്നില്ല ഇത് വിസേന്ദ്രേ അങ്ങ് മാപ്പിളെ പെഞ്ഞയ്ക്കും ആറ് അവിടെ വീഡിയോ എടുത്തോണ്ടും പിന്നെ കുഞ്ഞു പിടിച്ചോണ്ടും കൈ പിടിച്ചോണ്ടും ഡാൻസ് ആക്കണതും ഇതെല്ലാം മാപ്പിള പെഞ്ഞയ്ക്കൂ മാത്ര അവള് ആരതോ പെഞ്ഞയി ഓണ് ആരതോ മാപ്പിള എത്രേ ബിസിയുള്ള വ്യത്യാസം അങ്ങനെ കുറെ ആളിക്കിട് അത് വഞ്ചകളാക്കൂട് സ്വന്തം മാപ്പിളയുടെ കാണുമ്പോൾ പൊട്ടയുടെ പോലെ ആക്കിടത് പൊട്ടിയുടെ പോലെ ആക്കിടത് ബേജാറാക്കിയുടെ ചെല്ലതില് അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ എൻ്റെ ദീന് വേണ്ട നിസ്കാരം വേണ്ട ബീച്ചും പാർലറും അതേ ബീച്ച് പാർക്കും അതേപോലെ നിങ്ങൾ ഇതെല്ലാം എൻ്റെ എക്സിബിഷനെല്ലാം ബന്ധങ്ങളെല്ലാം നോക്കുറോളാ ബേജാറാവിടെ നിരീക്കുമ്പോഴത്തേക്കും മൈക്കാലത്ത് ഓരോരോ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും ഉണ്ട് ഒരു 10 ഗಂಟೆ 11 ಗಂಟೆ തോള അല്ലേ ഞങ്ങളെ ജനസംഖ്യ മുസ്ലിം ഇടങ്ങ ജനസംഖ്യ കോറോടി ഞങ്ങൾ ചെന്ന 16.7% ഉള്ള ഞങ്ങളെ ജനസംഖ്യ അല്ലേ നിങ്ങൊന്ന് മാർക്കറ്റിൽ പോയി നോക്കിയുള്ള ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് സെന്ററുകളിൽ പോയി നോക്കിയുള്ള 89% മുസ്ലിം ഇടങ്ങളുള്ളവരുടെ ഒരു 6 ಗಂಟೆ 7 ಗಂಟೆ ആകുമ്പോഴത്തേക്കും നാമ ഇട്ടങ്ങളെല്ലാം വന്നിട്ട് മര്യാദ പോലെ വന്നിട്ട് ഔത്തുള്ള ഇറങ്ങട്ടാറ് ഇത് മേഞ്ഞിട്ട് ആട് സമയത്തെ മേഞ്ഞിട്ട് അസറ മൂന്തി ആകുമ്പോൾ സൂര്യ അസ്തമിക്കട കാണുമ്പോൾ വന്നിട്ട് എത്തിട്ടായിട്ട് ഞങ്ങൾ പെണ്ണിങ്ങ് മേഞ്ഞ് നടന്നിട്ട് തീറില്ല ഇത് നിങ്ങളെ ചെല്ലല്ലേ അങ്ങനെ പോകണ്ട ഞങ്ങളെ ചെന്നിട്ടുള്ളത് കൊരിയാൽ മറങ്ങണേ എന്തിനോ നേർച്ച വെച്ചതുപോലെ ലൈഫിൽ അങ്ങനെ സൊബൈക്ക് മാർക്കറ്റിൽ പോയിട്ട് അസറാകുമ്പോഴത്തേക്ക് പറഞ്ഞു ഡെയ്ലി വെറുതെ കുമ്പോണ്ട് ഇത് പണിയൊന്നുമില്ല ചിലപ്പോൾ പോകേണ്ട 1 കിലോ ടൊമാറ്റോ കയറ്റിക്കൂ 300 രൂപ ടൊമാറ്റോക്ക് ഒരു ചിലവെത്ര പോയിട്ട് പറവക്ക് വേണ്ടിട്ട് 150 രൂപ റിക്ഷാക്കാൻ പോയിട്ട് 300 രൂപ ടൊമാറ്റോക്ക് വേനായിട്ട് പോളൂ എത്ര 150 റിക്ഷ പിന്നെ 150 രൂപ ബാടിക്ക് കൊടുത്തു റിക്ഷ 300 രൂപ ടൊമാറ്റോ വേണേ കുറെ പെണ്ണുങ്ങളെ അവസ്ഥ വെറുതെ ഒന്ന് പോകണം ഔത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ബോറായിട്ടുണ്ട് അങ്ങനെ ഒന്ന് പോയിട്ട് വന്നേ ഔത്തിൽ ബോറടിക്കണേ ഔത്തിൽ ബോറാവുക തീരാ ഔത്തിൽ കൊസിയാവണം എപ്പോഴും എന്തത് ആവില്ലെന്ന് ഞാൻ കേൾക്കണേ എന്താവില്ല നിക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സന്തോളം എന്തുകൊണ്ട് ഔത്തിൽ കിട്ടില്ല ആണുങ്ങളോട് കേൾക്കണേ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലും ബീതി സൈഡിലും അതെ 1.5 കാളിനെ ബെഞ്ചിടെയും പൊട്ടുകൂടം കെട്ടുന്ന സൈഡിൽ കിട്ടുക ആ സന്തോളം കൊസി എന്താ നിക്ക് ഔത്തിൽ കിട്ടില്ല കുറെ ആണുങ്ങളുള്ളത് ഔത്ര പിത്തലായിട്ട് ഹോട്ടലുള്ളത് ഹോട്ടലിൽ പിത്തലായിട്ട് അക ഉള്ളത് ചായ കുടിക്കുന്ന ഹോട്ടലിൽ വേണ്ടേ ഔത്തിൽ സ്റ്റവ് ഉണ്ടോ ചായത്തപ്പൊടി ഉണ്ടോ പന്തര ഉണ്ടോ ആക്കുക ആളുണ്ടോ പാലുണ്ട് എല്ലാം ഉണ്ട് തണ്ണിയുണ്ട് ഗ്ലാസ് ഉണ്ട് എല്ലാം ഔത്തിലുണ്ട് ചായ കുടിക്കുക മാത്രം ഇവിടെ വേണ്ടേ എന്താ ഈ ടേസ്റ്റ് അവിടെ കിട്ടില്ല ഓണെന്താ കൈയിട്ടിട്ട് കൽകടെ കാരണത്തിൽ അതിൽ കാരണത്തിലൂടെ ടേസ്റ്റ് അതിനെ കാണാം ഔത്തിൽ ഇന്നത്തെ കാണാൻ ഏറെ ടേസ്റ്റ് എന്ത് അതേ ചായത്തപ്പൊടി അതേ തണ്ണി അതേ പാള് എന്നൊരു ടേസ്റ്റ് കുടിക്കൊക്കെ വേണ്ടി പോകണം എന്റെ ചെല്ലുവാ അതിലൊരു ടേസ്റ്റ് എന്താ കൊറോടിയത് ഇതെല്ലാം നിങ്ങൾ ഒന്ന് ആലോചനാക്കി എന്റെ ഔത്തുലു ചായ കുടിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ
കാല് ചായ കൊടുക്കണം, പുട്ട് ചായ. ഊടങ്ങനല്ല, ഊടെ കുറെ ഇറച്ചും ഗീബത്തും നമീമത്തും പിത്രയും ഫസാദും ചാടിയും തമാശ ഇതെല്ലാം ഒട്ടിക ചായ തൊട്ടിക്ക് പോകുമ്പോൾ റാഹത്തിന് വയറുന്ന റോഡി അവിടെ ഒരു 10 ആളെ എണ്ണില്ലെങ്കിൽ കൊണ്ട് ചായ അതൊക്കെ ഒരു ടേസ്റ്റ് പണ്ടില്ലേ, ഔത്തുള്ളത് എണ്ണൊക്കെ ആവില്ല. അങ്ങനെ ആയിട്ട് വീതിൽ വന്നൊരു ഗ്ലാസ് ചായ കുടിച്ചു പോണ്ടേ, കൂട്ടൊക്കെ വേണോ എത്ര കിട്ടും, വയറുന്ന റോഡി കിട്ടണം. കൊരയാൽമാരെ സ്വഭാവം അങ്ങനെ. പള്ളിക്ക് പോണ്ടാറ്, അസർക്ക് പള്ളി പോയി ഇശാ നിസ്കരിച്ചിട്ട് പണ്ടേ പിന്നെ അയാൾ മേടിക്കണത് നല്ല മാപ്പിള, ആ നിരക്കരടങ്ങി വെക്കും നല്ല മാപ്പിള. അസർക്ക് പോയി എങ്കിൽ ഇശാ നിസ്കരിച്ചിട്ടേ പണ്ടേ ഓടപണി എന്തേ അസർ നിസ്കരിച്ചിട്ട് പോയിട്ട് നിസ്കാര കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് വന്ന് ഉസ്താദിരുന്നും കിട്ടാണ്ട് കാക്കടോണ് ഇന്നൊക്കെ വേണ്ടിട്ട് അസരത്ത് ചായത്ത് കൂട്ടും. അവിടെ നിന്നും കിട്ടില്ലെങ്കിൽ കണ്ടെങ്കിൽ ഓണക്ക് തൃപ്തിയുള്ള ഉസ്താദ് അൽഹംദുലില്ലാ ചിലപ്പോ എണ്ണൊക്കെ കിട്ടില്ല. സീത മാർക്കറ്റ് പോകണ്ട, ആരെങ്കിലും ഒന്ന് എണ്ണിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് അസർ നിസ്കരിച്ച നിസ്കാരത്തെ അതിരെ ഷറുത്തും അബ്വാലും അയ്യാത്തും എല്ലാ സുന്നത്രയും വിത്തിട്ടണം. അസർ ആകുമ്പോഴത്തേക്ക് വേണ്ട, മഗ്‌രിബ് പള്ളിക്ക് വേണ്ട. മഗ്‌രിബ് പള്ളി വന്നിട്ട് പണി എന്തേ പിന്നെ പോകുവേണേ ഹോട്ടൽ പോയിട്ട് പറയും ടൈം അയ്യല്ല, പള്ളിയുടെ പിത്തിൽ എവിടെ പൊളിക്കട്ടെ ബെഞ്ചിക്കും അല്ലെങ്കിൽ നിങ്ങൾ കള്ളിക്കും എവിടെങ്കിൽ പിത്തലിക്കും. അവിടെ പോയിട്ട് തെച്ചിട്ട് ആരെങ്കിലും അവിടെ പോലത്തെ കുറെ ടൈപ്പിക്കെടുത്ത് പണിയില്ലാത്തതും പുരുഷത്വം ഇല്ലാത്തത് അവിടെ തെച്ചിട്ട് കുറേ ബന്ധങ്ങളെ കൊണ്ട് നിസ്കരിക്കും. ബന്ധങ്ങളെല്ലാം എണ്ണ ഇഷാ ബാങ്കായാലും പിന്നെ തെല്ലാം എന്തൊക്കെ നിസ്കരിച്ചിട്ട് നല്ല പോയാ ആ മഗ്‌രിബ് നിസ്കാരത്തെ കൂലിയും അതും കൊടുത്തിട്ട് പണ്ണ കൊറിയന്മാർ അങ്ങനെ. മഗ്‌രിബ് നിസ്കാരത്തെ ഇശാ നിസ്കാരത്തെ ഇടയിൽ നിന്ന് പവിത്രത ചെറിയതൊന്നുമല്ല. ആ ടൈമിൽ ആറ് കുർഫാത്തിനെടുത്ത് കൊരയാൽമാരുടെ സ്വഭാവം ഉണ്ട്. എന്തെങ്കിലും ഒന്നുണ്ടാ പള്ളിക്ക് വന്നവണേ പള്ളിക്ക് പറഞ്ഞു, പുതിയ ആൾമാർ ആറും പള്ളി പുറകുത്തിയ ബാലക്കാർ ആരെങ്കിലും റായത്തെ ഖത്തീബ് ഉസ്താദ, റായത്തെ ആരെങ്കിലും സദർ ഉസ്താദ, ആരെങ്കിലും റായത്തെ നല്ല ആൾമാരത്തില്ല പള്ളികളുടെ ബാളബ ചില കുർബാനോദില ചെന്നിട്ട് വീതിയിൽ നിന്ന് ബാലക്കാര പള്ളിക്ക് വിളിച്ചു അപ്പൊ തുടങ്ങിയ പോണു ഈ ബേസറോണി എന്തിച്ചിട്ട് എണ്ണ എന്തെങ്കിലുണ്ടാ അവന് വില ഈമാന്താരിയായപ്പോ വില ആളാണോ അവൻ എങ്ങനത്തെ ആണെ പറ ഒന്നുണ്ടാ ചെന്നിട്ട് അവനക്ക് കേക്കിടെ രൂപത്തിലല്ലെങ്കിൽ ആരും പോയിട്ട് പിത്തേണ്ട ചെല്ലിട്ട് രൂപത്തിലായിട്ട് ഡോണി എന്നിട്ട് പിന്നെന്താ കിടവണോ പള്ളിക്ക് ബണ്ടോണു പള്ളിക്ക് ബണ്ടി എന്താ ഈ മുസീബത്ത് പള്ളിയുടെ പുത്തുള്ളേ. അങ്ങനത്തെ കുറെ ആൾമാരോട് പുതിയ ആൾമാരെ പള്ളിക്ക് പിറകു വിടല, ബാലക്കാരൻ നല്ല വിടില്ല, കള്ള് കുടിക്കണം ഇപ്പാട്ടൊക്കെ വിടില്ല. കുറെ ആൾമാർ നേർച്ച ബയിച്ചിട്ട് അക്കടെ പോലെ എണ്ണിട്ട് അവന്റെ ചർബി സമയത്ത് നക്കിട്ട് വിടുന്ന പോലത്തെ ആൾമാർ ഒരാളെ നല്ല വിടല. ചെല്ലങ്ങനെ അവന് വില കാഞ്ചത്തുള്ള വില കള്ളു ഇപ്പൊ വലിയ ഈമാന്താരിയാവണം. എത്ര നാളേക്ക് കൊണ്ട് ചെല്ല തുടങ്ങിയ അതോടുകൂടെ പള്ളിക്ക് വേണ്ടോണ്ട് ഈമാൻ അവിടെ എവൈത്ത് ഇന്ന് ഈ പണിയാവല ഈ പള്ളിക്ക് അല്ലാടെ കാണുക വേണ്ട ഇതിന് മുസുണ്ട് കാണുമ്പോഴത്തേക്ക് അല്ലാമേ വേണ്ടാണ്ട് കണ്ടിട്ട് അങ്ങനത്തെ കുറെ ആൾമാർ നല്ല വിടില്ല. ഇതെല്ലാം ചുമ്മാ ജാഗ്രത ആക്കണം. ലൈഫ് ചിലത് വലിയ വലിയ കഷ്ടത്തെ ബിസിയത് ആറുക ഈ ബടക്കിടവണു. അപ്പൊ എന്നാ വെച്ചാൽ ദീർഘ ചെല്ലില്ല മക്കളെ ബിസിയായി ചൊല്ലുക പെഞ്ഞി മാറുതങ്ങനെ ഞാൻ ചെന്നോണ്ടുള്ളത് മാപ്പിളറായത്തിൽ നിന്നും നിന്റെ നമ്പിക ഉപയോഗിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തങ്ങളിൽ ചിലരുടെ നല്ല പെണ്ണുടെ മങ്ങിളാവണു. സ്വഹാബത്ത് കേൾക്കടത് നല്ല പെണ്ണ് ചെന്നെങ്കിൽ ഇന്ദ്ര നബിയേ 4 ബ്യൂട്ടി പാർലർക്ക് പോയിട്ട് ബ്യൂട്ടീഷ്യന്റെ മുട്ട തെച്ചിട്ട് ഒരു 1,500 രൂപ 2,000 രൂപ ചെലവാക്കിടവളാ. നല്ല പെണ്ണ് ചെന്നെങ്കിൽ ആറുണ്ട് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല ഇദാ നളർതഹാ സർറത്ക വഇൻ ഗിബ്ത അൻഹാ തഹഫളു മലക വഫർജഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നല്ല പെണ്ണ് ചെന്നെങ്കിൽ നീന് അവളെ മുഖത്തേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ നിക്ക് കുസിയാവണോ, അവള് നിന്റെ സന്തോളാക്ക് പാട്ടുവാള്, നിന്റെ കണ്ടപുറത്തേക്ക് അവളെ കാണുമ്പോഴത്തേക്ക് നിക്കൊരു മനസ്സിന് നെമ്മതി, നിന്റെ അവള് ചിരിപ്പാട്ടുവാള്, നിന്റെ ഏത് ടെൻഷൻ ഇന്നെങ്കും ഏത് ബേജാറിന്നെങ്കും ഏത് ദുഃഖ ഇന്നെങ്കും അതെല്ലാം അവള് കറുക പാട്ടി വിടുവാള്. ഔത്തുക്ക് നൂണ്ടപ്പുറത്തേക്ക് ഒരു നെമ്മതി നികുന്ന ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അല്ല അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചെന്നുകൊണ്ടുള്ളത് ലിയസ്കുന ഇലൈഹാ മങ്ങില അവിടെ എന്ത് ചോദിച്ചെങ്കിൽ പെഞ്ഞിരുട്ടിക്ക് സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടിക്ക് വേണായിട്ട് നെമ്മതിക്കും കുസിക്ക് വേണായിട്ടായിട്ട് ഇവിടെ മങ്ങിലാവിടെ ചെന്നിട്ട് ഇണ്ട് മങ്ങിലാവിടെ കാണുമെന്നുള്ള റാഹത്തിൽ ഇന്നെ ചെറുക്ക, മങ്ങിലാവിടെ കാണുമെന്നുള്ള സന്തോഷത്തിൽ ഇന്നെ പെണ്ണ് മങ്ങിലായൽ പിന്നെ നിറക്കിയ അനുഭവിക്കണം നിങ്ങൾ കണ്ടോണ്ടുള്ള മങ്ങിലത്തിൽ പിന്നെ നെമ്മതി കിട്ടിയോണ്ടില്ല. ഇക്കട്ട് ബിസിയതല്ല ചെന്നോണ്ടുള്ളത്. നല്ല പെണ്ണ് ചെന്നെങ്കിൽ നീന് അവളെ മുഖ നോക്കളോട്
കൂടെ അവള് നിന്റെ സന്തോളാക്ക് പാട്ടള്, അവള് നിന്റെ കൊസിയാക്ക് പാട്ടള്. നീ അർസപന്നെങ്കും അവള് ചിരിക്കടല്, നീ പറഞ്ഞെങ്കും ഒരു തമാശയാക്കിട തമാശയുടെ രൂപത്തിൽ എടുക്കടല്. ഏതും മാപ്പിളുടെ വിഷയത്തെ സീരിയസിൽ എടുക്കട ക്രമയില്ല. ആ രൂപത്തിൽ നീണ് അവളെ മുഖ കാണുമ്പോ നിക്ക് കൊസിയാവണുള്ള നീണ് പെഞ്ഞിൽ നിന്നിട്ട് അകന്നെങ്ക് ദൂര പോയെങ്ക് ഗൾഫുകാർ അയ്യത്തല പണിക്ക് വേണായിട്ട് ഔത്ര പരിശീലിഞ്ഞെങ്ക് നിന്റെ അഭാവത്തിൽ നീ ഇല്ലാണ്ടായ സന്ദർഭത്തില് നിന്റെ സ്വത്തുടെ അവള് ജാഗ്രതാക്കിടല്, അവളെ അഭിമാനത്തെയും അവളെ ജാഗ്രതാക്കിടല്. അവളെ അഭിമാനത്തെ വിട്ടുകൊടുക്കില്ല. 10 ആളുകൾ അവളെ എണ്ണയുടെ പോലത്തെ വ്യവസ്ഥ ആക്കി കൊടുക്കില്ല. 10 ആള് അവളെ ബിസയുള്ള പ്രായത്തിൽ പാഠ രൂപത്തിൽ ആക്കി കൊടുക്കില്ല. അവളെ ബിസൽ ആരും ചാടി ചെല്ലില്ല. അവളെ ബിസലോട് ബടക്കിണ്ട് ആരും ചൊല്ലുകൊണ്ടില്ല. അങ്ങനെ അവളെ അഭിമാനത്തിൽ അവളെ ജാഗ്രതാക്കിടല്. നിന്റെ സമ്പത്തും സ്വത്തും ബതുക്കും അവളെ ജാഗ്രതാക്കിടല്. നിക്ക് നഷ്ടാവുക അവള് വിടില്ല. നിക്കവള് ദ്വാരം നോട്ടിക്കിടറ്. അതുകൊണ്ട് പെണ്ണുങ്ങള് നിന്റെ മാപ്പിള നിന്റെ നമ്പിട്ടുള്ള സമ്പൂർണമായിട്ട് നമ്പിട്ടുള്ള ആരെന്ത് ചെന്നെങ്കും ബാക്കി വിഷയത്തെ നിന്റെ ചാടി ഫസാദാക്കി അവണ് നമുക്ക് തയ്യാറില്ല. ലാസ്റ്റ് നിമിഷത്തോളം നിന്റെ അവള് നമ്പിട്ടുള്ള ആ മനുഷ്യയുടെ നമ്പിക്ക ദ്രോഹ ആ കണ്ട പെണ്ണ് എന്തുകൊണ്ടിടുക അല്ലാഹുടെ മുട്ട നീ ഉത്തര ചെല്ലനായിട്ട് ബറോ ചെല്ല നനപ്പ് നിന്റെ വീട്ടിൽ കേൾക്കണോ. അതേപോലെ മക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അനുഗ്രഹമായിട്ട് തന്നെ ഗിഫ്റ്റ് ആയിട്ട് ഇവിടെ മക്ക ചെല്ലണത്. ആ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളും കള്ളു കുടിക്കട മക്കളെ തന്നിട്ടില്ല, ഗാഞ്ചത്തെ മക്കളെ തന്നിട്ടില്ല, റൗഡി മക്കളെ തന്നിട്ടില്ല, ഹറാമ്യത്താക്കട മക്കളെ തന്നിട്ടില്ല, കള്ളത്തനാക്കട മക്കളെ തന്നിട്ടില്ല, ബഡ്ഡി വ്യവഹാരാക്കട മക്കളെ തന്നിട്ടില്ല. റായത്തിൽ കാലിപൂലിയായിട്ട് ചുറ്റി നടന്നിട്ട് 6 ഉപദ്രാക്കട 6 ശാപത്തിനിട പോലത്തെ മക്കളെ ഒരാൾക്കും അല്ലാഹു തന്നിട്ടില്ല. എല്ലാവർക്കും ഒരുപോലത്തെ മക്കളെ മാത്രം പടച്ച തമ്പുരാന് തന്നിട്ടുള്ളത്. നിന്റെ മക്ക ബടക്കായിടറാ, നിന്റെ മക്ക നിസ്കരിക്കില്ലേ, നിന്റെ മക്ക ഖുർആൻ ഓതില്ലേ, നിന്റെ മക്ക ദുആറക്കില്ലേ, നിന്റെ മക്ക പള്ളിയിൽ പോയിട്ട് സുജൂദിടില്ലേ, നിന്റെ മക്ക നല്ലതെന്നും കേൾക്കുക തയ്യാറില്ലേ, നിന്റെ മക്ക നിന്റെ കന്നഡ തണ്ണിൽ പാട്ടിയോണ്ടുള്ളറാ, നിന്റെ മക്കൾക്ക് നിന്റെ അർസ വന്നോണ്ടുണ്ടാ. അതുക്കല്ല അല്ലാഹുടെ മുട്ടത്തിൽ നീനും ഉത്തര ചെല്ലനായിട്ട് ബറു പെണ്ണേ നിക്കുകൊണ്ടുണ്ടാ. ഒരു വൃദ്ധാശ്രമത്തെ ചരിത്രം എപ്പോഴും ചെന്നോണ്ട് ചിലപ്പോൾ ലൈവിലുള്ള കേട്ടിട്ട് വരെ ഒരു വൃദ്ധാശ്രമത്തിൽ 95 വയസ്സായ ഒരു കൽതി പെണ്ണിങ്ങ 4-5 ആണുമക്ക ഉള്ളറ്, വിവിധ റായത്തിൽ ഗൾഫിലുള്ളറ് മക്കളുടെ പാലക്കാറ്, നല്ല കാസിന്നാളുമാർ വേണോ ഇത്ര സ്വത്ത് പതുക്കിന്നാളുമാർ. നാള് മക്കളും മങ്ങളെ പെഞ്ഞിമാരെയും മക്കളെയും പിടിച്ചോണ്ട് ഗൾഫിക്ക് പോയിടറ്. ബാപ്പ മരിച്ചൊരു പടച്ചവന് കെൽത്തിയായ ഉമ്മടെ നോക്കുകാളില്ല. ഞങ്ങൾക്കൊരു വിസ ഇടുകങ്ങളുടെ കാസില്ലാണ്ടല്ല വേണ്ട, വിസ ഇട്ടിട്ട് ഗൾഫിക്ക് വിളിച്ചെങ്കിൽ ആ കെൽത്തിര നോക്കുടാറ് അല്ല. അവൾക്കും വേറൊരു റൂം കൊടുക്കണ്ടേ, അവളെ ചകിരിയാക്കണ്ടേ. നാള് മക്കളെയും പെഞ്ഞൈമാറതുക്ക് തയ്യാറില്ല, നാളെ മക്കവും അതുക്ക് തയ്യാറില്ല. എനിക്ക് സമയവും ഇല്ല, എന്താക്കട്ടെ. മുട്ട ഇന്ന് വൃദ്ധാശ്രമത്തേക്ക് പോയിട്ട് വലിച്ചെറിഞ്ഞറ്. ആ വൃദ്ധാശ്രമത്തേക്ക് നാളൊക്കെ വിസിറ്റ് പോയപ്പോ ഈ ചരിത്രമുള്ള ചെന്നിട്ട് ആ ഉമ്മ പുൽപ്പെടുക തുടങ്ങിട്ട് നക്കും ഫസ്റ്റ് കൊന്നു കനിക്കറ ബന്ധ വല്ലാത്ത ബേജാറായത്. പെണ്ണുങ്ങളെ ചരിത്ര ലാഷത്തോളം കേട്ടപ്പോ അത് അല്ലാഹു ആ ഉമ്മക്ക് കൊടുത്ത ശിക്ഷ ചെന്നിട്ട് നക്കുമുറു സമാധാനായത്. എന്തുകൊണ്ടുകൊണ്ട് തരികണ ആ ഉമ്മ മക്കൾക്ക് ഡോക്ടർ ആവുക പഠിപ്പാടി കൊടുത്തോ, മോന്റെ എഞ്ചിനീയർ ആക്കിയത്, മോന്റെ ബിസിനസ്മാൻ ആക്കിയത്, എല്ലാ ഭാഷയും പഠിപ്പാടി കൊടുത്തോ, ഹൈ എഡ്യൂക്കേഷൻ കൊടുത്തോ, എല്ലാം ആ ഉമ്മ കൊടുത്തു. അതൊക്കെ വേണമായിട്ട് ആ ഉമ്മ കഷ്ടപ്പെടുന്നത്. ആ രൂപത്തിൽ മക്ക ഉമ്മ പേരിച്ചത് പോലുമേ ആ മക്ക ഉമ്മ പേരിച്ചത് പോലുമേ ആയൊരു തപ്പുമില്ല. എങ്ക
ആ ഉമ്മ മക്കളെ മദ്രസത്തേക്ക് കടത്തിയിട്ടില്ല. പള്ളിക്ക് പോണ്ടങ്ങളുട്ടിക പള്ളിക്ക് പോറും മക്കളേണ്ട് ചെന്നില്ല. മദ്രസത്തിൽ ഉസ്താദുമാരെ മുട്ട പോയിട്ട് അല്ലാഹുടെ ദീനെ പഠിപ്പാട്ടൊക്കെ വേണ്ട വ്യവസ്ഥ ഇമാക്കില്ല. 1, 2, 3 വർഷം മദ്രസത്തിൽ പഠിപ്പാട്ടിട്ട് പിന്നെ മദ്രസ പൊടിപ്പാട്ടിട്ട് സ്കൂൾക്ക് വേണ്ടിട്ട് കടത്തുക തുടങ്ങിയിട്ട് മദ്രസത്തിൽ പോയി സ്കൂൾക്ക് പ്രോബ്ലം അവിടെ, മദ്രസത്തിൽ പോയി സ്കൂൾക്ക് ബുദ്ധിമുട്ടാവിടെ, ഇംഗ്ലീഷ് മീഡിയമിൽ പഠിക്കുക മദ്രസ അത് ഒട്ടിക കഷ്ടാവിടെ. അതുകൊണ്ട് മദ്രസ ഇല്ലെങ്കിലും തൊന്തരയില്ല. നിന്റെ മോണ് വയറും എഞ്ചിനീയറും ഡോക്ടറും അതും ഇതും അവിടെ കടത്തി കൊടുത്തിട്ട് അല്ലാ ഈ ദുനിയാവിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം കോളേജിലും ഒരു ലോ കോളേജിലും ഒരു വൈദ്യകീയ കോളേജിലും ഒരു ബിസിനസ് പഠിപ്പാട്ട ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പാട്ട കോളേജിലും ഉമ്മടെ ബഹുമാനിക്കണോ. ഉമ്മടെ കാലയുടെ അടിയിൽ സ്വർഗമുള്ളത്, ഉമ്മടെ കന്നഡ തന്നിൽ പാട്ടിറുകു തീരാ, ഉമ്മടെ മനസ്സിൽ നമ്പലാക്കിറണ്ട. നിന്റെ നിക്ക് ജന്മ തന്ന ഉമ്മടെ കാലയുടെ അടിയിലുള്ള നീണ് മോനെ നിന്റെ സ്വർഗമുള്ളത്. ഇത് ഏതും ഒരു കോളേജും ഒരു ലോ കോളേജും പഠിപ്പാട്ടില്ല മുസ്ലിമേ. നിന്റെ അഡ്രസ് ചെന്നു കൊടുക്കട ജാഗെ ഉമ്മാണ്ട് ചെന്നു കൊടുക്കൂ. നീ പഠിപ്പാട്ടിട്ടുള്ള ആയങ്ക ഉമ്മ ചെന്നെങ്കിൽ എന്തേ അതിന് എങ്ങനെ ബൈക്കണായത് എങ്ങനെ നോക്കണായത് അത് നിക്ക് പഠിപ്പാട്ടി കൊടുക്കുക സാധ്യയില്ല. നിന്റെ ഒരു സ്കൂൾ കോളേജ് ആയിരക്കണക്കിലുള്ള ആക്കുകെട്ടല ഉറപ്പ ഡൊണേഷനും ഫീസും കൊടുത്തിട്ട് നിന്റെ മക്കളെ കടത്തിക്കൊണ്ടുള്ള അവിടെയും പഠിപ്പ് കിട്ടില്ല. പെണ്ണ് റായത്തിൽ തിങ്കൾ 50 ഉറുപ്പമാ 100 ഉറുപ്പമാ കൊടുത്തിട്ട് നിന്റെ റായത്തിൽ മദ്രസത്തിൽ കിടത്തില്ല. അവിടെയായിട്ട് 1-ാം ക്ലാസ്സിലെ സമയത്ത് ഉസ്താദുമാർ ഫസ്റ്റ് തുടങ്ങണത് അദബുൻ അഥവാ മര്യാദ ഗൗരവ ചെന്നിട്ടൊരു ബസ്തുണ്ടോ. ഫസ്റ്റ് നിന്റെ മക്കൾക്ക് ബിസ്മി സമയത്ത് ചെന്നു കൊടുക്കട കാണുന്നള്, ബിസ്മി സമയത്ത് ചെന്നു കൊടുക്കട കാണുന്നള്, ഷഹാദത്ത് കലിമ സമയത്ത് ബായ്പാട്ടാക്ക് പാട്ട് കാണുന്നള്, ഫാത്തിഹ സമയത്ത് ബായ്പാട്ടാക്കട കാണുന്നള്. ഫസ്റ്റ് നിന്റെ മക്കൾക്ക് പഠിപ്പാടി കൊടുക്കണത് അദബുൻ. അതേപോലെ അതിൽ പിന്നെ അബുൻ അല്ലെങ്കിൽ പിന്നെ ഉമ്മൻ. അദബുൻ ചെന്ന് ഫസ്റ്റ് മര്യാദ ഗൗരവകളുടെ ബസ്തുണ്ട് മക്കളെ. നിന്റെ 5 വർഷ വയസ്സായ മക്കൾക്ക് ഫസ്റ്റ് ചെന്നു കൊടുക്കുന്നത് സമസ്തത്തെ പാഠപുസ്തകത്തില് മര്യാദ ചെല്ലൊരു ബസ്തുണ്ടോ. അത് ആരിലുണ്ട് തെരിയണ? റായത്തെ ഉസ്താദിലുണ്ടല്ല ചിലടത്, തങ്ങളിലുണ്ടല്ല ചിലടത്. എന്തുകൊണ്ട് ഉസ്താദ് ചെന്നെങ്കിൽ 6 ഉണ്ട് പിന്നെ മക്ക പഠിക്കണത്രേ, തങ്ങ ചെന്നെങ്കിൽ 6 ഉണ്ട് പിന്നെ പഠിക്കണത്രേ, ഹിരിയങ്ങ ചെന്നെങ്കിൽ 6 ചെന്നെ പിന്നെ പഠിക്കണത്രേ, ഉമ്മ ചെന്നെങ്കിൽ ബാപ്പ ചെന്നെങ്കിൽ 6 ഉണ്ട് ചെന്നത് 5 വർഷത്തെ മക്കൾക്ക് ചന്തത്തിൽ കൊന്തിന്ന കാരണത്ത് അത് പുഞ്ചളുടെ വിഷയത്തെ വ്യാഖ്യാന ചെന്നു കൊടുക്കണ നഷ്ടപാടത്ത് ആ പുഞ്ചളുടെ ബാപ്പയുടെ ഒട്ടിക മനുഷ്യരെ മക്കളെ ബാപ്പയുടെ ഗൗരവ കൊടുക്കണോ, ഉമ്മൻ പിന്നെ ഉമ്മക്ക് ഗൗരവ കൊടുക്കണോ. ഉമ്മയുടെയും ബാപ്പയുടെയും മഹത്വത്തെ മക്കൾക്ക് ചെറിയ കുഞ്ഞു മനസ്സിൽ ഉസ്താദുമാർ ചെന്നു കൊടുക്കടാറ്. ഉസ്താദുമാരെ ബഹുമാനിക്കുകല്ല ബദലക. ഫസ്റ്റ് ഉമ്മയുടെ ബഹുമാനിക്കണോ, ബാപ്പയുടെ ബഹുമാനിക്കണോ. അങ്ങളെ കന്നഡ തന്നിൽ പാട്ടിരണ്ട മക്കളെ. നിങ്ങളെ ഉമ്മക്കും ബാപ്പക്കും നിങ്ങൾ അല്ലാണ്ട് സമാധാനത്തുക ദുനിയാവിലും ആഖിറത്തിലും വേറെ ആരുമില്ല മക്കളെ. അതുകൊണ്ട് മക്കളെ ഉമ്മയുടെ മനസ്സിൽ നമ്പലാക്കുക തീരാ, ഉമ്മക്ക് എതിര് പളക്ക പറയുക തീരാ, ഉമ്മയുടെ അർസവർ പാടുക തീരാ. ഉമ്മ ചിന്ന പളക്കത്തെ കേൾക്കണു മക്കളെ. നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് വേണമായിട്ട് കഷ്ടപ്പെണ്ട്, നിങ്ങളെ പാപ്പ നിങ്ങൾക്ക് വേണമായിട്ട് വേണ്ട കഷ്ടപ്പാട് ചെറിയതല്ല. ഇതെല്ലാം കുഞ്ഞു മനസ്സിಗೆ ബഹുമാനപ്പെട്ട ഉസ്താദ് മാറിയിട്ട് കൊടുക്കൂടറ്. 2-ാം ക്ലാസ്സിൽ എത്തിയപ്പോ പിന്നെയും മതിരിപ്പിട്ടാക്കി പഠിപ്പാട്ടറ്. 3-ാം ക്ലാസ്സിൽ എത്തിയപ്പോ ഉമ്മയുടെയും ബാപ്പയുടെയും ജവാബ്ദാരി ഇന്നും ഞാറ പഠിപ്പാടി കൊടുക്കൂടറ്. 4-ഉം 5-ഉം 6-ഉം 7-ഉം 10-ഉം 12 ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും ഉമ്മ ബാപ്പട മറന്നിട്ടൊരു പാഠപുസ്തകം ഇല്ലളോ. അതുകൊണ്ട് മദ്രസത്തിൽ നിങ്ങൾ ജവാബ്ദാരി തിരിഞ്ഞിട്ട് നിന്റെ മക്കളെ മദ്രസത്തിൽ കിടത്തണോ ചെന്നോണ്ടുള്ളത്. ആ ഉമ്മ പിത്തല്ല പള്ളി എന്നിട്ട് മക്കളെ പള്ളിക്ക് പോകേണ്ട വിഷയത്തിൽ ഒത്തായാക്കില്ല. ആ ഉമ്മ പിത്തല്ല മദ്രസ ഇന്നത്തെ പഠിപ്പാട് വിഷയത്തിൽ ഇൻട്രസ്റ്റ് കൊടുത്തില്ല. അതിന്റെ പരിണാമ ഫലമായിട്ട് ആ ഉമ്മ വൃദ്ധാശ്രമത്തിൽ കണ്ടോണ്ടുള്ളത്. ബാലക്കാറായറ് പെഞ്ഞൈമക്കായറ് വേണോ എത്ര കാസം മാസം ബതുക്കുമായത് പടച്ചവര്. ഇതെല്ലാം
പോലാത്തെ പിറകില് ജാലക ശക്തി നിന്റെ ഉമ്മ ഇട്ടിക്കിട് അല്ലാ ഇതുക്കല്ല കാരണം നിന്റെ ബാപ്പ ഇട്ടിക്കിടനാടാ ഇണ്ട് നിന്റെ പെഞ്ഞിടുന്നാണ് ഇത്ര ചന്തത്തിൽ നോക്കൂടെങ്ക പെഞ്ഞി മക്കളെ കൊസിക്ക് വേണായിട്ട് ഇത്ര ചന്തത്തെ ആകെ കേട്ടിട്ടുണ്ടെങ്ക അങ്ക് ഇത്രയുള്ള നല്ല നല്ല രൂപത്തിൽ ആഹാരവും അതേപോലെ വസ്ത്രവും നാണ് കൊടുക്കൂടാണ്ട് കണ്ടെങ്ക ഇതെല്ലാം കാരണം നിന്റെ നയിപ്പിനാട് ഈ നയിക്കുക കാരണം നിന്റെ വിദ്യാഭ്യാസമായിട്ടിക്കട നിന്റെ നാടി നിറമ്പുളച്ച് നടക്കട ചോരയായിട്ടിക്കട നാണിന്ന കാരണത്തിലായിട്ടിക്കട ഇതെല്ലാം നടന്നുകൊണ്ടുള്ളത് ഇതെല്ലാം ഉണ്ടായത് നിന്റെ ഉമ്മയുടെ ചോരയിൽ നിന്നിട്ട് റബ്ബ് നിന്റെ ബാപ്പയുടെ ചോരയിൽ നിന്നിട്ട് അല്ല നിന്റെ ഉമ്മയും ബാപ്പയും കഷ്ടപ്പെന്നിട്ട് പഠിപ്പിൽ നിന്നിട്ട് റബ്ബ് അതുകൊണ്ട് ഉമ്മയുടെ പിറുസഭയിക്കണു അല്ല ബാപ്പയുടെ പിറുസഭയിക്കണുനാട് ഉമ്മയുടെയും ബാപ്പയുടെയും മനസ്സിൽ നമ്പലാക്കി നാളെ നിന്റെ മക്കളെ കൊണ്ടിട്ട് നാളെ നമ്പൽ അനുഭവിക്കണു ചിലരുടെ ചിന്ത അവന്റെ കൽബുകൾ ഇട്ടുകൊടുത്തില്ല മനുഷ്യരെ ആ കാരണത്തിൽ എന്റെ ഉമ്മായുള്ള വൃദ്ധാശ്രമത്തിൽ എത്തിപ്പോയത് ബാപ്പായവണ മരിച്ചിട്ട് ഖബർസ്ഥാനത്തിൽ കൊമ്പോയിട്ട് കിടപ്പാട്ടി വെയിച്ചിട്ടിൽ പിന്നെ ആ മോണായവണ് ഒരിക്കലും പോയിട്ട് ബാപ്പയുടെ ഖബർ സിയാറത്താക്കിയിട്ടില്ല മനുഷ്യരെ ബല്ലമഞ്ച ചെണ്ടറായത്തിൽ നാണിന്റെ പ്രസംഗാക്കിക്കൊണ്ടിരിക്കട സന്ദർഭത്തിൽ കേൾക്കട പാലക്കാറാ നിങ്ങളെ ബാപ്പന്മാർ ചിലപ്പോ ആറടി മണ്ണിലേക്ക് വര ഉമ്മമാറ് നിങ്ങളെ ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ട് ആറടി മണ്ണിൽ കിടന്നിട്ടേക്ക് വര അങ്ങളെ പൂത്തി പേച്ച് വന്നൽ പിന്നെ അങ്ങളെ നെഞ്ഞുക മിൻഹാഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ മൂന്ന് പിടി മണ്ണ് വലിച്ചെറിഞ്ഞു വന്നൽ പിന്നെ ഒരു നാളെങ്കും ആ പരിസരത്തെ തിരിഞ്ഞു നോക്കിടറാ ആ ഉമ്മയുടെയും ബാപ്പയുടെയും ഖബറുടെ മേൽഭാഗത്തിലെ തലയുടെയും കാലുടെ മേൽഭാഗത്ത് കുത്തിവെച്ച മീസാന് കല്ലുണ്ടല്ലേ ഒരു നാളെങ്കും നോക്കിടറാ ആ ഉമ്മയുടെയും ബാപ്പയുടെയും ഖബറുടെ മുട്ടപ്പെടുന്നു സലാം ചെന്നിററാ ഒരു വെള്ളിയാസ ജാവ് വന്നപ്പോ ഒരു യാസീൻ ഓതിരി നിന്റെ ഉമ്മക്ക് ദുആറുന്നതുണ്ടാ നിന്റെ ബാപ്പക്ക് ദുആറുന്നതുണ്ടാ അങ്ങനെ ബലിച്ചത് എറിഞ്ഞ് ബന്നോണ് പിന്നെ തിരിഞ്ഞു നോക്കില്ലല്ലേ മുസ്ലിമേ എത്ര ഉമ്മമാർ ആറടി മണ്ണിലുള്ളറളാ ബങ്കരഘട്ട പള്ളിയുടെ പരിസരത്തുള്ള ഖബർസ്ഥാനത്തിൽ എത്ര ഉമ്മമാരുള്ളറ് എത്ര ബാപ്പന്മാരുള്ളറ് അങ്ങ് എത്ര കഷ്ടപ്പെന്നുങ്ങ അങ്ങ് എത്ര അധ്വാനിച്ചങ്ങ എത്ര പേർപ്പെടെ തന്നിലിച്ചങ്ങ എത്രല്ല രോഗം വന്നിട്ട് മൂലകൂലങ്ങ എന്തല്ല കൈക്കാള് നമ്പലായങ്ങ നിന്റെ ജന്മിക്ക് ജന്മത്തിന്റെ സന്ദർഭത്തിൽ മരണവേദന അനുഭവിച്ചങ്ങ നീ പുൽപുട്ടപ്പോ ഉമ്മ പുൽപുട്ടത്തെ ഉമ്മ ചിരിച്ചിട്ടില്ല നിക്ക് പനി വന്നപ്പോ ഉമ്മ പറഞ്ഞിട്ടില്ല നിന്റെ പൈക്കുക നിന്റെ ഉമ്മ പുട്ടിട്ടില്ല ആ ഉമ്മയുടെ നെഞ്ഞിൽ നിന്നിട്ടില്ല മുലപ്പാങ്ങൾ നീ ഊറ്റി ഊറ്റി കുടിച്ചത് ആ ഉമ്മയുടെ നെഞ്ഞിൽ നിന്നിട്ടല്ല ആ ഉമ്മയുടെ ചോരയല്ലേ പാളായി നീ കുടിച്ചത് പെണ്ണ് നീയും ഒരു ഉമ്മ ഇട്ടിക്കൂ നിന്റെ മക്കളെ നോക്കുമ്പോ നിൽക്കത്തില്ല അർത്താവ് ഉമ്മ ചെന്നെങ്കിൽ ഇന്ദ്രിയത്ര കഷ്ടപ്പാടെന്തര ചെന്നിട്ട് ആ മരിച്ചുപോയ നിന്റെ ഉമ്മ ഉണ്ടല്ലേ ആ പിറുസപ്പാട് മരിച്ചുപോയ ഉമ്മയുടെ മേളിൽ കാട്ടിയതുണ്ടടി പെണ്ണ് ബാലക്കാറാ അല്ലാഹു നിക്ക് ഒന്നാ രണ്ടാ മൂന്നാ മക്കളെ തന്നിട്ടിക്കുക ആ മക്കളെ നോക്കൂ വേണട്ട് പന്ന കഷ്ടപ്പാട് ചെറിയതെന്തുവല്ലല്ലേ ആ മക്കളെ കൊസിയാക്ക് പാട്ടൊക്കെ വേണട്ട് നീ കളിച്ച കളിയും ചെറിയതെന്തുവല്ലല്ലേ നിന്റെ മക്കളെ കണ്ടില്ലെങ്കിൽ നിക്ക് ബേജാറാവിടോ മക്ക ചിരിച്ചില്ലെങ്കിൽ നിക്ക് ദുഃഖ പറകു തുടങ്ങടോ മക്ക സന്തോളത്തില്ലെങ്കിൽ നിക്കും ബേജാറ് സഹിക്കുക ആവില്ല അത്രത്തോളം ഒരു കാലത്ത് നിന്റെ അതിരെ കാണയാറെ പണ്ടത്തെ കാലത്ത് ആരേക്കാക്കിയ ബാപ്പളോ ഇണ്ട് ആറടി മണ്ണിൽ പോയിട്ട് കടന്നിട്ടുള്ളത് ഇണ്ട് നിന്റെ പെഞ്ഞീടും നിന്റെ മക്കളെ ബൽത്തിയത് പോലെയല്ല നിന്റെ ഉമ്മ ബാപ്പ പണ്ട് നിന്റെ ബൽത്തിയത് ഇണ്ട് വ്യവസ്ഥ ഉണ്ട് മനുഷ്യര് ഇണ്ടത്തെ പോലത്തെ അകയില്ലാത്ത കാല ഇണ്ടത്തെ പോലത്തെ വ്യവഹാരവും പാണ്യവും കച്ചവടമില്ലാത്ത കാല ഇണ്ടത്തത് പോലെ കാസില്ലാത്ത സൗകര്യമില്ലാത്ത കാല ഇണ്ടത് പോലെ വാഹനം ഇല്ലാത്ത കാല ഇണ്ടത്തത് പോലെ നയിപ്പില്ലാത്ത കാല ആ കാലത്തിൽ പട്ടിണി തെച്ചിട്ടും നിന്റെ ഉമ്മ നിന്റെ വൽത്തിറ ആ കാലത്തിൽ പട്ടിണി തെച്ചിട്ട് നിന്റെ ബാപ്പ നിന്റെ വൽത്തിറ ആ ബാപ്പ എത്ര ബാപ്പന്മാരുള്ളോ ഞങ്ങളെ റായത്തെ പള്ളിയുടെ ഖബർസ്ഥാനത്തിൽ കിടന്നിട്ടുള്ളത് മോനെ എത്ര ഉമ്മമാരുള്ള
ഞങ്ങളെ പള്ളിയുടെ പരിസരത്തുള്ള ഖബർസ്ഥാനത്തിൽ 2 കല്ലും കുത്തിവെച്ച് അടിഭാഗത്തിൽ കിടന്നിട്ടുള്ളത് മക്കളെ. ആ ഉമ്മടൊന്ന് നിനപ്പാക്കി നോക്കുവളാ. നീ പറഞ്ഞ നിന്റെ പറച്ചിലതിന്റെ ഉമ്മ ഉണ്ട് 6 അടി മണ്ണള്. ചിലപ്പോ നിന്റെ അടി തിണ്ട ഉമ്മയും ഉണ്ട് 6 അടി മണ്ണില് ആറുമില്ലാണ്ട് ഏകാന്തമായ ചിമ്മന് കിടന്നിട്ടുള്ളറ്. അതേപോലെ നിന്റെ ശാപ പളക കേട്ടിട്ട് നിന്റെ പിന്നീടും നിന്റെ മക്കളെ പളക കേട്ടിട്ട് ഉമ്മടൽ നീ ഗലാട്ടാക്കിട്ടിക്കുക. അതെല്ലാം ഇതാക്കിയെടുക്കും പോയി ഉമ്മ മരിക്കട സന്ദർഭത്തിൽ നെമ്മതി കൊടുക്കാത്ത, സമാധാനം കൊടുക്കാത്ത. അപ്പോ അതുകൊണ്ട് ആലോചനക്കുള്ള മനുഷ്യരെ മരിക്കട സന്ദർഭത്തിൽ നിന്റെ ഉമ്മക്ക് നെമ്മതി കൊടുത്തിരേ, മരിക്കട സന്ദർഭത്തിൽ നിന്റെ ബാപ്പക്ക് നെമ്മതി കൊടുത്തിരേ. എത്ര കഷ്ടപ്പെന്നറുളാനിക്ക് വേണായിട്ട് ആ ഉമ്മ മരിക്കട സന്ദർഭത്തിൽ നീ വന്ന് കൊടുത്ത കഷ്ടപ്പാടൊന്ന് ആലോചനാക്കി നോക്കുവളാ. മരുന്ന് കൊടുക്കാത്ത മക്ക ഇല്ല, ഔത്തുളൊന്ന് കിടക്കുക സമയത്ത് സൗകര്യമാക്കി കൊടുക്കാത്ത മക്ക ഇല്ല. വേണമെങ്കിൽ മൂത്തോണ്ടൗത്തുള്ള പോയിട്ട് ദൈക്കട്ട് സ്വത്തും പതുക്കും അവന് ആരതിൻ്റെ ഇട്ടില്ല. അവിടെ പോയിട്ട് ചെന്നിട്ട് നീ ഓടുപാട്ടിയ ഉമ്മ ഇല്ലേ, ബാപ്പ ഇല്ല. ഒന്നും ആലോചനാക്കൊന്ന് പുനർചിന്തനാക്ക. നീ മരിക്കണ നിന്റെ ഉമ്മ മരിക്കട കാണുമെന്നോളോ, നിന്റെ ബാപ്പ മരിക്കട കാണുമെന്നോളോ. ഞങ്ങളൊന്ന് കൊസിപ്പടപ്പാട്ടുക ഇടാമോണേ. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നോണ്ടുള്ള ഒരു പളക്കമുണ്ട്. അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചെന്നോണ്ടുള്ള ഒരു കൂട്ട ആളും ആറുള്ള റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. മരിക്കട സന്ദർഭത്തിൽ ഉമ്മടെ ഉറുവാസ, മരിക്കട സന്ദർഭത്തിൽ ബാപ്പടെ ഉറുവാസ. പടച്ചവനെ വേറെ നിറോടി തിന്നുക തരട്ടുണ്ടല്ല. മരണവേദനയ്ക്ക് നിന്റെ ഉമ്മക്ക് വലിയൊരു കാറില് പോകുന്നുണ്ടല്ല ആശയുള്ളത്. മരിക്കട സന്ദർഭത്തിൽ ചന്തത്തെ റൂമിൽ കിടന്നിട്ട് മരിക്കുന്നുണ്ടല്ല ആശയുള്ളത്. മരിക്കട സന്ദർഭത്തിൽ സീരിയസിലിക്കട സന്ദർഭത്തിൽ വെന്റിലേറ്ററിൽ കിടന്നിട്ട് മരിക്കുന്നുണ്ടല്ല നിന്റെ ഉമ്മക്ക് ആശ ഉള്ളത്. സകറാത്ര സന്ദർഭത്തിൽ ബംഗാറ് കെട്ടണോ ചെളുടെ ആശയല്ല നിന്റെ ഉമ്മക്കുള്ളത്. സകറാത്ര സന്ദർഭത്തിൽ നിന്റെ ബാപ്പക്ക് പടച്ചറബ് നിന്റെ മോൺ വേണോ എത്ര സ്വത്ത് പതുക്കാക്കി തരട്ടുണ്ടല്ല ആശയുള്ളത്. സകറാത്ര സന്ദർഭത്തിലാ ഖുർറത അയുൻ പടച്ചറബ് ഞങ്ങളെ കണ്ണുക സന്തോളാക്കിട രൂപത്തിൽ മക്കളെ താല്ലാ. യന്ത്ര സന്തോളാണ്ട് തരികണ. വയസ്സായിട്ട് മൂലൽ കിടത്തത്തിലുള്ള ഉമ്മ, സൈഡ് എഫക്റ്റ് ആയിട്ട് കിടത്തത്തിലുള്ള വാപ്പ, ഷുഗറും പ്രഷറും കൊണ്ട് നടക്കുക തീരാത്ത ഉമ്മ. പടച്ചവനെ സ്വന്തമായിട്ട് കുളിക്കുകയാവില്ല, സ്വന്തമായിട്ട് അതേപോലെ തിന്നുകയാവില്ല, സ്വന്തമായിട്ട് ഒരാളില്ലാണ്ട് എണിക്കുകയാവില്ല. ആ സന്ദർഭത്തിൽ നിന്റെ ആസ്തിയും അന്തസ്തും അധികാരവും ബതുക്കും വേണ്ടളോ. ലാസ്റ്റ് നിമിഷത്ത് അങ്ക് വേണായത്ത് മക്കളെ മുഖ കണ്ട സന്ദർഭത്തിലല്ല നിന്റെ മോണായണു മരിച്ചെങ്ങും നിന്റെ മറക്കലല്ല റബ്ബേ. നിന്റെ മോണ് നിനക്ക് യാസീനോതുവല്ല അല്ലാ, നിന്റെ മോണ് നിനക്ക് ദുആരക്കുവല്ല അല്ലാ. നിന്റെ പോയിട്ട് അറുമാറുമില്ലാത്ത കുതിക്കയും നായും പെറുകടയും പണ്ട പോലത്തെ ഖബർസ്ഥാനത്ത് നിന്നാണ് കിടന്നിട്ട് ചീഞ്ഞാറുടെ സന്ദർഭത്തിൽ പുളും തേലും പാമ്പും വന്നിട്ട് നിന്റെ തിന്നയുടെ സന്ദർഭത്തിൽ അല്ലാഹുവേ നിനക്ക് സപ്പോർട്ടായിട്ട് നിന്റെ മക്ക ദുആരക്കുവല്ല റബ്ബേ. അങ്ങനെ നിന്റെ ബാപ്പക്ക് ആശയില്ല ഇന്നര്, നിന്റെ ഉമ്മക്ക് ആശ ഇന്നര്. ബായി നിറോടിയൊന്നും ഉമ്മ ബാപ്പാ എങ്ങനെ ഉള്ളറുമ്മ നെഞ്ഞു നമ്മളെ കുറുടിയായിത്താ, ദമ്മു കെട്ടത് കുറുടിയായിത്താ, ബാപ്പാ പേര് നമ്മളെ കുറുടിയായിത്താ, തല നമ്മളെ കുറുടിയായിത്താ. നിന്റെ ബാപ്പടയും ഉമ്മടയും കാളൊന്ന് പിടിച്ചിട്ട് ഞെക്കിട്ട് ഒന്ന് സമാധാനാക്കിട്ട് ഒന്ന് എക്സസൈസ് കൊടുത്തിട്ട് ഒന്ന് മാലിഷാക്കിട്ട് ഒന്ന് മസാജ് ആക്കിട്ട് ഒന്ന് കൊസിപടി പാട്ടിട്ട് വയസ്സുകാലത്തിൽ മരിക്കൊക്കെ കിടക്കട ഉമ്മടെ കാലയുടെ ഭാഗത്തിനിടെ കാളൊന്ന് തോത്തി കൊടുത്തിട്ട് കാളൊന്ന് പൂഞ്ഞു കൊടുത്തിട്ട് കാളൊന്ന് ഞെക്കി കൊടുത്തിട്ട് ഉമ്മകൊന്ന് കൊസിയാക്ക് പാട്ടിയെങ്കിൽ
മാറ്റെങ്കിൽ അതായിട്ട് ഇവിടെ നിന്റെ ഉമ്മ ആശപ്പെട്ടുകൊണ്ടുള്ളത് വയറുന്നൂറോടി ഉമ്മാണ്ട് വിളിക്കുക ഉമ്മക്ക് ആശ കൊണ്ടുള്ള വയറുന്നൂറോടി ബാപ്പാട്ട് കേൾക്കുക വേണ്ട ബാപ്പക്ക് ആശയിന്തള ആ ബാപ്പ നീ അങ്ങനെ വിളിച്ചത് വയസ്സുകാലത്ത് നിന്റെ ഉമ്മയുടെ മേല് തൊട്ടിരേനേണ് ഒന്ന് കുളിപ്പാട്ടുക വേണായിട്ട് ഒന്ന് ചന്തത്തിൽ ഒന്ന് ഉമ്മടെ ഒന്ന് വെച്ച് പളക്ക പറയുക വേണായിട്ട് വായികൊന്ന് തണ്ണി വീത്തുക വേണായിട്ട് വായികൊന്ന് തെളിയും കഞ്ഞിയുടെ തണി തെളിയും കൊടുക്കുക വേണായിട്ട് വയസ്സുകാലത്ത് ഉമ്മടെ ഒന്ന് പിടിച്ച് ദൈപ്പാട്ടിയതുണ്ടാ ഒന്ന് പെരടില ഒന്ന് മുതുക്കാ കൈ കൊടുത്തു സപ്പോർട്ട് ആ ദൈപ്പാട്ടിട ഉമ്മടെ ബായിക്ക് കഞ്ഞിയുടെ തണ്ണി വീത്തുക നിക്ക് ചാൻസ് കിട്ടിയറ വയസ്സായ ബാപ്പട ഒന്ന് ഗിരിജായർ ഒന്തക്കാക്കിയത് എരടക്കാക്കൊന്ന് തോത്തി കൽക്കട ചാൻസ് ഒന്നും കിട്ടിയറാ ഇല്ല അതൊക്കെ നിന്റെ മനസ്സ് ഒപ്പില്ല ഉമ്മടെയും ബാപ്പയും ഗലീജാക്കിയത് തുപ്പിയതും കാരിതും നിക്ക് നാറകു തുടങ്ങിയടാ നീ നിർഭാഗ്യവന്തളാ വയസ്സുകാലത്ത് നിന്റെ ഉമ്മടെ മനസ്സുക്ക് നീ മുമ്പിലാക്കിട്ടിന്നെങ്ക ഉമ്മടെയും ബാപ്പടെയും കണ്ണിലിട്ട് ഒരു പൊട്ടുച്ചോ തണ്ണീൽ പാട്ടിട്ടിന്നെങ്ക നീ നീണ്ട് ഇറങ്ങി പിടിച്ചോണ്ട് നീണ്ട മുത്തിയോണ്ട് കളിച്ചോണ്ട് ചിരിപ്പാട്ടിയോണ്ടുള്ള നിന്റെ പിറസത്തെ മക്ക ഉള്ളവല്ലേ നിന്റെ കണ്ട ചോര എലിപ്പാട്ടാണ്ട് നീ മരിക്കില്ലടാ നീ നിന്റെ ഉമ്മക്ക് നീ യന്ത്ര കൊടുത്തര നിന്റെ ബാപ്പക്ക് നീ യന്ത്ര കൊടുത്തര അത് അല്ലാഹു നിക്ക് റിട്ടേൺ ഈ ദുനിയാവുള്ള തറാട്ട് അല്ലാഹു നിന്റെ വരിപ്പാട്ടില്ല നിന്റെ ഉമ്മക്ക് സുഖവും സന്തോളവും റാഹത്തും കൊടുത്തിരേണ്ട കണ്ടെങ്കിൽ മരിക്കട കാണുമെന്നുള്ള നിന്റെ മക്ക നിക്കത് അതിര കാണ ഇരട്ടി നിക്ക് തിരിച്ചു തരുവര അതല്ല നീ വയസ്സായ ഉമ്മക്കും ബാപ്പക്കും മനസ്സിക്ക് നമ്മളെ കൊടുത്തിട്ടിന്നെങ്ക ഞങ്ങളെ ബേജാറാക്കി പാട്ടിട്ടിന്നെങ്ക ഞങ്ങളൊരു മൂല കിട്ടിട്ടിന്നെങ്ക ഞങ്ങളെ കണക്കിലെടുക്കാണ്ട് തെച്ചിട്ടിന്നെങ്ക മനുഷ്യ നീ മരിക്കട കാണുമെന്നുള്ള നിന്റെ മക്ക നിക്ക് തറാട്ട് നീ മരിക്കില്ലടാ അതിപ്പം അനുഭവിച്ചോ അതുകൊണ്ട് പെണ്ണ് ഉമ്മമാരെ പെങ്ങന്മാരെ മക്കളെ മദ്രസത്തിക്ക് ഫസ്റ്റ് സമയത്തിലെ അഥവാ ടൈമാകുമ്പോഴത്തേക്ക് മദ്രസത്തിക്ക് കിടത്തോറോ മദ്രസത്തിലെ ഉസ്താദുമാരെ പഠിപ്പാട്ടിത് പ്രാക്ടിക്കലായിട്ട് ഔത്തുള്ള കൊമ്പറകിന്ന പ്രയത്നക്കറോ മഗ്രിബിയുടെയും ഇശായുടെയും ഇടയിൽ പവിത്രമായ സമയത്തില് കനിഷ്ഠ പക്ഷ നിന്റെ മക്ക നിക്ക് ദ്വാരക്കൂ നീ പഠിപ്പാട്ടിടേ കയ്യിൽ മൊബൈലല്ല കൊടുക്കണായര നിന്റെ കിടാവ് വെളുപ്പെടുമ്പത്തേക്ക് കയ്യിൽ മൊബൈലല്ല കൊടുക്കണായര നിന്റെ മക്ക അസർഗം മോന്തി അവിടെ ടൈമുള്ള നിന്റെ ഒട്ടിക്ക് കളിക്കിടതിര ബദലക നിന്റെ ബാപ്പട നിന്റെ മാപ്പിളുടെ ഒട്ടിക്ക് അഥവാ മക്കളെ ബാപ്പട ഒട്ടിക്ക് കളിക്കിടതിര ബദലക കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഉമ്മടെയും ബാപ്പടയും മക്കളെ ശത്രുവാക്കണ്ട ഇണ്ട് എല്ലാ പിരസ ഉമ്മക്ക് കൊടുക്കണായ പിരസത്തെ ബാപ്പക്ക് കൊടുക്കണായ പിരസത്തെ ഇണ്ട് മക്ക മൊബൈലിക്ക് കൊടുത്തോണ്ടുള്ളറ് ഉമ്മടലും ബാപ്പടലും കിട്ടണായ പിരസ ഉണ്ട് മക്കുണ്ട് മൊബൈലിൽ കിട്ടിയോണ്ടുണ്ട് ഉമ്മടലും ബാപ്പടലും കിട്ടണായ സമാധാനം ഉണ്ടല്ലേ ടൈം പാസ് ഉണ്ടല്ലേ ചിരിയും കളിയും ഉണ്ടല്ലേ മനസ്സുകൊരു നെമ്മതി ഉണ്ടല്ലേ അത് നിന്റെ മക്കൾക്കു നിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ കൊടുത്തോണ്ടുണ്ട് അതുകൊണ്ട് മാപ്പ വേണ്ട ഉമ്മ വേണ്ട നയിക്കൊരു ബാപ്പൊരു മെഷീൻ മാത്രം ഉണ്ട് മക്കൾക്ക് വേണായര ചോറുള്ള കറിയാക്കി കൊടുക്കൊരു അടിക ബട്ടട പോലെ ഹോട്ടലിലെ സൊറാക്കട ചോറ് കറിയാക്കിടത് പോലെ ഒന്ന് ചോറ് കറിയാക്കുക വേണമായിട്ടൊന്ന് ഡ്രസ്സ് കളിക്ക് കൊടുക്കുക വേണമായിട്ട് സ്വർത്തുക്ക് വേണമായിട്ടൊരു പെണ്ണ് വേണിത് ഇറങ്ങിയിട്ട് കിട ഇണ്ടത്തെ ഉമ്മമാർ മക്ക അങ്ങനെ പേരിച്ചോണ്ടുള്ളറ ഉമ്മക്ക് കറിയാ ചോറാ സമായില്ലെങ്കിൽ മക്ക അറുസപറവ് തുടങ്ങടറി എന്തുകൊണ്ടിട്ട് സ്വർത്തവളെ പോലെ സമ്പത്തുക്ക് സൊറാക്കട പെണ്ണിടെ പോലെയായിട്ട് കിട ഉമ്മടെ ഉണ്ട് മക്ക കൊണ്ടോണ്ടുള്ളറ് അതേപോലെ ബാപ്പ എന്തെങ്കിലും കൊമ്പറകു ചെന്നതും മക്ക കൊമ്പന്ന് മക്കു കൊമ്പന്നില്ലെങ്ക മക്ക ഇഷ്ടപ്പെട്ടത് ബാപ്പ എത്തുപാട്ടില്ലെങ്ക ബാപ്പടല മക്കൾക്ക് അറുസപറകു തുടങ്ങട മക്ക ബാപ്പടെ ഇഷ്ടപ്പെടില്ല എന്തുകൊണ്ടിട്ട് ഇതെല്ലാം ആക്കി തറകുന്ന ഒരു സ്വരത്തെ ആളായിട്ടായിട്ട് കിട ബാപ്പട മക്ക ഉണ്ട് കണ്ടോണ്ടുള്ളത് അഥവാ ബാപ്പടല് കിട്ടണായ പിരസ ഉമ്മടല് കിട്ടണായ പിരസ ഇണ്ട് ഞങ്ങളെ മക്കൾക്ക് മൊബൈലിൽ കിട്ടുന്ന കാരണത്തിൽ മക്ക ക്രൂരിയായോണ്ടുള്ളറ് മക്ക അക്രമികളായോണ്ടുള്ളറ് ഉമ്മ ബാപ്പട ചവിട്ട രൂപത്തിലായിട്ടുള്ളറ് ഉമ്മ ബാപ്പട കൽത്തുക കത്തി വയ്ക്കട രൂപത്തിലായിട്ടുള്ളറ് കേരളത്തിൽ ഇപ്പുറത്ത് 4-5 മാറെ കൊന്ന ചരിത്രം നിങ്ങൾ കേട്ടതല്ല മുസ്ലിമേ മൊബൈലിന്റെ പിറകില് പോയറ് മൊബൈൽ എങ്ങനെ ഗാഞ്ചത്തികത്ത് പാട്ടിത്ത് മക്കളെ മൊബൈൽ സിഗരറ്റും ബീഡിയും പാൻപറാകത്ത് പാട്ടിത്ത് മക്കളെ കയ്യിൽ നിന്ന് മൊബൈല് ആ മക്കളെ ബടക്കത്തറത്തുക്ക് എത്ത് പാട്ടിത്ത് സകല ഹറാമ്യത്തും മക്കളെ മൊബൈൽ എത്ത് പാട്ടിത്ത് പടച്ചവനെ ഒരു കൺട്രോളും ഇല്ലാത്ത പരിസ്ഥിതിയിൽ ഉണ്ട് ഞങ്ങളെ മക്ക ഉള്ളറ് അതുകൊണ്ട് ഉമ്മ
നിന്റെ മക്ക സാലിഹ്യങ്ങളാവട്ടെ. മൊബൈലിൽ കിട്ടുന്നത് കാണയാറെ കൊസി നീൻ കൊടുക്കുന്നിട്ട് പ്രയത്നാക്കനാണ് ബാപ്പാ. നിന്റെ റോള് നിന്റെ മക്കളെ ഒട്ടിಗೆ ಎಂದ್ರೇ ಚಂದ್ರನು ನಿನ್ನ ಮಕ್ಕಳು ಬಡಿಪಾಟಿ ಕೊಡೋ. ಮೊಬೈಲ್ ಕಿಟ್ರೆ ಕಾಣಾರ ಪಿರಿಸಪಾಡು ನೀನು ಕೊಡುಕೋಗಿನ್ನ ಪ್ರಯತ್ನಕ ನೀನಾರು ನಿಂಡೆಂಗನ ಗೌರವ ಕೊಡುಕೊಣೋ. വയസ്സായ കാലത്ത് നിന്റെങ്ങനെ ഹിദ്മത്ത് എടുക്കണോ ചെന്നിട്ട് ഉസ്താദന്മാർ മദ്രസത്തിൽ പഠിച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് നിന്റെ മക്ക ഔത്തുലാക്കുന്ന പ്രയത്നം നീനാക്ക് ബാപ്പാ. നിന്റെ ഉമ്മ ബാപ്പ മരിച്ചു പോയിട്ടിന്നെങ്ക വെള്ളിയാസറിന്റെ ജാവുകൊന്നും മറക്കാണ്ടൊരു യാസീന് ഓതു. എല്ലാ നാളിലും ഓതുക പ്രയത്നാക്ക. കനിഷ്ഠപക്ഷ വെള്ളിയാസറിന്റെ ജാവുകുറി യാസീനോതിര ഹദിയാക്കുക നോക്കുവല്ല. നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും ഹയാത്ത് കാലത്തിൽ ബേണായ രൂപത്തിൽ സന്തോളാക്ക് പാട്ടകു നക്ക് തീരിട്ടില്ല തമ്പുരാന്. ബേണായ രൂപത്തിൽ ഹിദ്മത്തെടുക്കുന്നായിട്ടില്ല നാദാ. പടച്ചവനെ മങ്ങിലായിട്ട് ബന്നെ കാരണ മാപ്പിള്ളൂത്തിൽ ഇന്ന കാരണത്തില് നക്ക് ചെമ്മ ഉമ്മടെ നോക്കുകയായിട്ടില്ല അല്ലാ. ബാപ്പട കാളുകൾക്കുകയായിട്ടില്ല നാദാ. ഇന്റെ അവകാശം നക്കില്ല അല്ലാ. ഏതോ ഗുഡ്ഡകാടില് ചിമ്മേന്ദ്രേ ജാവേന്ദ്ര പൂളേന്ദ്രേണ്ട് തിരിയാണ്ട് 6 അടി മണ്ണിൽ കിടന്നിട്ടുള്ള ഖബർസ്ഥാനത്തുള്ളവർ അല്ലാഹുവേ അങ്കനേ മഗ്ഫിറത്ത് കൊടുക്കൂ അല്ലാ. നാനൂതിര കൂലി സവാബങ്ങളെ ഖബർക്ക് എത്തിപ്പാട് റബ്ബേ. അങ്ങനൊന്നും മനസ്സും തിരിഞ്ഞിട്ടൊന്ന് കണ്ണട തണ്ണിളി പാടും ഉമ്മടയും ബാപ്പടയും അങ്ങ് ഹയ്യാത്തിൽ നിന്റെ മുട്ട ഇന്നത് പോലൊന്ന് സങ്കല്പിച്ചിരുന്നു ദ്വാരക്ക് പെണ്ണ്. ബാലക്കാറ വെള്ളിയാസനുണ്ട് പള്ളിക്ക് പോണ്ടില്ലേ? എവിടുക പോയെങ്കും നിന്റെ റായത്തെ പള്ളിക്ക് വെള്ളിയാസനുണ്ട് തുക നോക്കുന്നേണ്. ഏജാറാക്കി പോയെങ്കും മാക്സിമം നിന്റെ റായത്തെ പള്ളിക്ക് എത്തുക്കുന്ന പ്രയത്നാക്ക. നിന്റെ ഉമ്മ ബാപ്പ കിടന്നിട്ടുള്ള ജാഗ ഉണ്ടല്ലോ അവിടുക പള്ളിക്കൊന്ന് എത്തുന്ന പ്രയത്നാക്കനേണ്. അവിടെ ജുമാനിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ ഓതിട്ട് ഉസ്താദും എല്ലാളും മാറും ചേരിടുന്നത് വാരക്കിടറ അവിടെ ആമീൻ ചൊല്ലുന്നൊരു പ്രയത്നാക്കനെയാണ്. സലാം വീട്ടപ്പുറത്ത് ഓടുന്നതല്ല ബാലക്കാര. അങ്ങളെ ഇടങ്കിട്ട് ഉമ്മടെ ബാപ്പടെ ഇടങ്കിട്ട് വരണ്ട. നല്ല നാള് വന്നപ്പോ പെരുന്നാളാവട്ടു ബറാത്താവട്ടു ലൈലത്തുൽ ഖദർ ആവട്ടു ഏത് നല്ല നാള് വന്നെങ്കും ആ നല്ല നാള് നീ നിന്റെ ഉത്തരവ് ഉമ്മടെ ഒട്ടിക്ക് ഇന്നപ്പോ ഉമ്മ ബാപ്പ കുസിപ്പെട്ടോണ്ടിന്നറ് ഒട്ടിക്ക് പുതിയ ഡ്രസ്സല്ലിട്ട് സന്തോളപ്പെട്ടോണ്ടിന്നറ് ഇണ്ടങ്ങാറടി മണ്ണിലുള്ളത് അല്ലാ. പെരുന്നാൾ നിസ്കരിക്കട കാണുന്നുള്ളാ. പെരുന്നാൾ നിസ്കാര കഴിഞ്ഞ ഭർത്തക ഒന്ന് ഖബർസ്ഥാനത്ത് കൊണ്ടുപോയി നിൽക്കുന്നോക്കോ. ആ മീസാനക്കലുടെ മുട്ടനിടുന്ന സലാം ചൊന്നിട്ട് ഫാത്തിഹ ഊതിരുന്നത് വാരെന്ന് നോക്കോ. അതേപോലെ ഹയാത്തിലുള്ളറാ നിന്റെ ഉമ്മമാ ബാപ്പമാ ഹയാത്തുള്ളറാ. നീ ഭാഗ്യവന്ത മുസ്ലിമേ. നിനക്ക് നല്ല ചാൻസ് മുസ്ലിമേ. അങ്ക് സ്വത്തുക്കട്ടെ ബതുക്കിക്കട്ടെ അങ്ങ് ആർക്ക് കൊടുത്തിട്ടിക്കട്ടെ കൊടുക്കാണ്ടിക്കട്ടെ തറാണ്ടിക്കട്ടെ അത് നീ നോക്കണ്ടടാ. നിന്റെ ഏറ്റവും വലിയ സ്വത്ത് നിന്റെ ബാപ്പായിട്ടിക്കട. നിന്റെ ഏറ്റവും വലിയ സ്വത്ത് നിന്റെ ഉമ്മ ഇട്ടിക്കട. ಅದರ ಕಾಲು ಕಲ್ಗೋಗು ನೋಕೋನೇಣ. ಅದರ ಕಾಲುಗಲ್ಗೋಗು ನೋಕೋನೇಣ. ಅದರ ಕನ್ನಡ ತಣ್ಣಿ ಒಪ್ಪಗು ನೋಕೋನೇಣ. ಅದರ ಕನ್ನಡ ತಣ್ಣಿ ಒಪ್ಪಗು ನೋಕೋನೇಣ. ಅದರ ಬೇರನರಕೋಗು ನೋಕೋನೇಣ. ಅದು ಆರೋಗ್ಯത്തിലേക്ക് ಹೋಗು നോക്കണേണ. അത് സന്തോളത്തിലേക്ക് നോക്കണേണ. മരിക്കട സന്ദർഭത്തിൽ നിന്റെ കാണുമ്പോ കണ്ണുള്ളൊരു പുഞ്ചിരി പറട്ടെ. കണ്ണുള്ളൊരു കന്നഡ തണ്ണി പറട്ടെ. പടച്ചറബേ സന്തോളത്തില് നിന്റെ മോണ് നല്ലവണ എല്ലാ റബ്ബേ. അല്ലാഹുവേ നാണ് നിന്റെ മോടെ വിട്ടു പോകേണ്ട സന്ദർഭത്തിൽ നിന്റെ മോടെ നീ കൈ പിടിക്കറബേ ചെന്നിട്ട് നിന്റെ ബാപ്പ ദ്വാരക്കട രൂപത്തിലാവട്ടോ ഉമ്മ ദ്വാരക്കട രൂപത്തിലാവട്ടോ. അതേപോലെ നിന്റെ പിരിസത്തെ പെണ്ണുങ്ങളെ നിങ്ങളിലുള്ള ആട്ടുക ചെന്നോണ്ടുള്ളവര് നിന്റെ മാമിര ഒട്ടിക നിന്റെ ഉമ്മടെ ഒട്ടിക നിന്റെ ബാപ്പടെ ഒട്ടിക നിന്റെ കാക്കട ഒട്ടിക എങ്ങനെ ആയിട്ട് ഉമ്മ ബാപ്പട നോക്കുന്നത് ചെന്നിട്ട് നീണ് ആക്കി കൊടുത്തിട്ട് അങ്ങളെ സേവയാക്കിയിട്ട് അങ്ങളെ പിരിസ വെച്ചിട്ട് നിന്റെ മക്കൾക്ക് നല്ല മെസ്സേജ് ഒന്ന് പഠിപ്പാട്ടി കൊടുക്കും. പടച്ചവനെ ഞങ്ങളെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കിയല്ലോ. ഞങ്ങളെ മക്കളെ നീ മുത്തഖീങ്ങളാക്കനാദാ. ഞങ്ങൾ മരിക്കട സന്ദർഭത്തിൽ മക്കളെ നല്ല ജീവനെ കണ്ടിട്ട് മരിക്കട ഭാഗ്യത അല്ല. മരിച്ചിൽ പിന്നെ ഞങ്ങളെ മക്ക മറക്കാണ്ട് ഞങ്ങൾക്ക് ദ്വാരക്കട മക്കാക്കി അല്ല. ഞങ്ങൾ കൈ പിടിച്ച് കൊമ്പന്ന് ഞങ്ങളെ സ്നേഹനിധിയായി ഞങ്ങളെ പെഞ്ഞൈമാർ സ്വർഗീയ വനിതകളാക്കനാദാ. ഞങ്ങളെ തൃപ്തിപ്പെടുന്ന ദുനിയാവുളും ആഹൃത്തുമാണ് കൊസിപ്പെടുത്ത പൂർവ്വത്തെ തൗഫീഖ് ഞങ്ങൾക്ക് നീ താ തമ്പുരാന്.
ഈ സദസ്സിൽ വെച്ചിട്ട് ഓരോരോ പെണ്ണുങ്ങളെയും പടച്ചറബേ സ്വർഗീയ വനിതകളാക്കി അല്ലാ, സാലിഹത്തായ പെഞ്ഞൈമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക അല്ലാ. ആ പെണ്ണുമക്കളെ സാലിഹീങ്ങളാക്കി തമ്പുരാനെ. ആ പെണ്ണുമക്കൾ മംഗളാവാത്ത പെണ്ണുമക്കൾ ഖൈറുള്ള നല്ല ജോഡി നീയത്ത് പാടി കൊടുക്കുക തമ്പുരാനെ. നിങ്ങൾ ഉമ്മക്കും ബാപ്പക്കും ആഫിയത്തുള്ള ദീർഘായുസ് താ അല്ലാ. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുക അല്ലാ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.